ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ആദ്യമേ തന്നെ ഫാത്തിമ അമ്മയുടെ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുകയാണ്. സാർവത്രിക സഭയിൽ ഫാത്തിമ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ ഈ കാലഘട്ടവുമായി ഒരുപാട് ബന്ധമുള്ള മരിയൻ പ്രത്യക്ഷീകരണമാണ് ഫാത്തിമ പ്രത്യക്ഷീകരണം. വളരെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഷെക്കേന ന്യൂസിലൂടെ അന്ത്യകാല പ്രവാചിക എന്ന പേരിൽ എല്ലാ മാസവും 13-ാം തീയതി നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. പരിശുദ്ധ അമ്മ മാതാവ് ഇറ്റലിയിലെ മോണ്ടിക്യാരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സാധാരണ ഒരു സ്ത്രീ, അവളൊരു നേഴ്സാണ്. പെരീന ഗില്ലി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ അരികിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു. അമ്മ പല സന്ദേശങ്ങളും തൻ്റെ സഭയ്ക്ക് വേണ്ടി അമ്മ വെളിപ്പെടുത്തി. ഞാൻ മൗതിക ശരീരത്തിൻ്റെ അമ്മയാണെന്നുള്ള ആ റെവലേഷൻ പരിശുദ്ധ അമ്മ നൽകിയത് ഈ മോണ്ടിക്കേരിയിലെ പ്രത്യക്ഷീകരണത്തിലാണ്. റോസ മിസ്റ്റിക് അമ്മ നമ്മൾ പറയുന്നത് ഈ പ്രത്യക്ഷീകരണമാണ്. അവിടെ അമ്മ പ്രത്യേകമായി നിർദ്ദേശിച്ചൊരു കാര്യം, എല്ലാ മാസവും 13-ാം തീയതി നിങ്ങൾ മരിയൻ ദിനമായി ആഘോഷിക്കണം, മരിയൻ ദിനമായി നിങ്ങൾ കൊണ്ടാടണം. ഇതിനൊരുക്കമായി 13 ദിനങ്ങളിൽ നിങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിക്കണം. ആരെല്ലാം ഈ ദിനം ഏറ്റവും ഒരുക്കത്തോടെ ആഘോഷിക്കുന്നവോ അവർക്കെല്ലാം ഉന്നതമായ പ്രസാദ വരങ്ങൾ ഞാൻ പകർന്നു കൊടുക്കും. കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേകത്താൽ ഞാൻ അവരെ മുദ്ര ചെയ്യും. ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധ ത്രിത്വം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെ ഈ പ്രവചന സന്ദേശം അനുസരിച്ചാണ് ഷെക്കേന ന്യൂസിലൂടെ എല്ലാ മാസവും 13-ാം തീയതി മരിയൻ ദിനം ആഘോഷിക്കുന്നത്. അന്ത്യകാല പ്രവാചിക എന്ന പേരിൽ ഈ ശുശ്രൂഷ നമ്മൾ നടത്തുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഈ ശുശ്രൂഷയിൽ വന്നിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. സങ്കീർത്തന വചനം ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നു, 31-ാം അധ്യായം 23-ാമത്തെ വചനമാണ്. പരിശുദ്ധ വചനം പറയുന്നു, കർത്താവിന്റെ വിശുദ്ധരെ, കർത്താവിന്റെ വിശുദ്ധരെ, അവിടുത്തെ സ്നേഹിക്കുവിൻ, അവിടുത്തെ സ്നേഹിക്കുവിൻ. അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു. കർത്താവ് തന്റെ വിശ്വസ്തരെ പരിപാലിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ വിശുദ്ധരെ, നിങ്ങൾ അവിടുത്തെ സ്നേഹിക്കുവിൻ. ആരാണ് കർത്താവിന്റെ വിശുദ്ധർ? നമ്മൾ ഓരോരുത്തരുമാണ്. കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ ആത്മാവും കർത്താവിന്റെ പരിശുദ്ധിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ അവിടുത്തെ സ്നേഹിക്കുവിൻ. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും കർത്താവിനെ സ്നേഹിക്കുവാനാണ്. കർത്താവിനോടുള്ള സ്നേഹത്തിൽ ദിനംതോറും നമ്മൾ വളരുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വർധനവുണ്ടാകുന്നത്. 2-ാമത് വചനം പറയുന്നു, അവിടുത്തെ വിശ്വസ്തരെ അവിടുന്ന് പരിപാലിക്കുന്നു. കർത്താവിൻ്റെ വിശ്വസ്തരെ അവിടുന്ന് പരിപാലിക്കുകയാണ്. ഏത് സാഹചര്യത്തിലും നമ്മെ കരുതുവാൻ, നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ വഴി നടത്തുവാൻ ശക്തനും മതിയായവനുമാണ് നമ്മുടെ കർത്താവ്. ഈ സത്യം മനസ്സിലാക്കി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഫാത്തിമ മാതാവിൻ്റെ ഈ തിരുനാൾ ദിവസം സ്വർഗത്തിന് വലിയ പദ്ധതിയുണ്ട് സഹോദരങ്ങളെ. നമുക്കറിയാം, തിരുസഭയിൽ പരിശുദ്ധ അമ്മ ഓരോ പ്രാവശ്യവും പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ പ്രബോധന സന്ദേശങ്ങൾ നമ്മൾ അറിയിക്കുമ്പോൾ ആ പ്രത്യക്ഷീകരണത്തിലൂടെ പരിശുദ്ധ ത്രിത്വത്തിന് വലിയ പദ്ധതിയുണ്ട്. സഭാ ചരിത്രത്തിൽ ഏറ്റവും നിർണായകവും പ്രാധാന്യവുമുള്ള മരിയൻ പ്രത്യക്ഷീകരണമാണ് ഫാത്തിമ പ്രത്യക്ഷീകരണം. നമ്മുടെ കാലഘട്ടവുമായി കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനവുമായി ഇന്ന് ലോകത്തിലും സഭയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന
മാറ്റങ്ങളുടെയും പ്രതിഭാസങ്ങളുടെയും ഈ ഒരു കാലഘട്ടവുമായി ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന് വലിയ ബന്ധമുണ്ട്. ഈ പ്രത്യക്ഷീകരണത്തിലൂടെ സ്വർഗം എന്താണ് യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത്, അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഭാ സമൂഹങ്ങളിലും ലോകം മുഴുവനിലും വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:4 വചനം പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് വിവിധ ഭാഷകളിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഈ വചനം ഉച്ചത്തിലേറ്റു പറഞ്ഞ് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധ അമ്മ മാതാവിന്റെ കരം പിടിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. കാലഘട്ടത്തിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് കാലോചിതമായ ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള അഭിഷേക സമൃദ്ധിയാൽ നമ്മൾ പൂരിതരാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉച്ചത്തിൽ പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ കുഞ്ഞുങ്ങളെയും തലമുറകളെയും ഈ കാലഘട്ടത്തെയും നമ്മുടെ സഭയെയും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഒരു നിമിഷം ദൈവസന്നിധി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ഇരുകരങ്ങൾ ദൈവത്തിന് മുൻപിലേക്ക് നീട്ടിപ്പിടിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, സ്വർഗം നമ്മുടെ മധ്യ ഇറങ്ങി വന്നിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവിന്റെയും വിശ്വസ പിതാവിന്റെയും സകല വിശുദ്ധരുടെയും മലാകമാരുടെയും നിറ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. സ്വർഗത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് കർത്താവിന്റെ മഹത്വത്തിൽ നിറഞ്ഞ് അവിടുത്തെ ആത്മാവിനാൽ പൂരിതരായി നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. സ്വർഗം ഞങ്ങൾക്ക് നൽകുന്ന പ്രവചന സന്ദേശങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഹല്ലേലൂയ. അമ്മ മാതാവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ, അമ്മയോട് ചേർന്ന് ആരാധിക്കുവാൻ. ആത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു മനസ്സോട് ഒന്നിച്ച് വിളിക്കുന്നു, ആത്മാവേ ഈ കാലഘട്ടത്തിന് ആവശ്യമായ കൃപാദാനങ്ങൾ വർഷിക്കണമേ. കൃപാവരങ്ങളാൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ആത്മാവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ പ്രവചന സന്ദേശങ്ങൾ നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ നവീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇരു കരങ്ങളെ യാചനാപുരം തുറന്നു പിടിച്ച് പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം രൂപപ്പെടുത്തുന്ന അന്ത്യകാല പ്രേക്ഷിതരുടെ ഗണത്തിൽ ഞാൻ നിങ്ങൾ ഉൾപ്പെടുവാൻ, അമ്മയുടെ പൊന്നോമന മക്കളായി, നമ്മുടെ അമ്മയുടെ സൈന്യ നിരയായി നമ്മളെല്ലാവരും ഈ നാളുകളിൽ പ്രശോഭിതരാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. അന്ത്യകാല പ്രേക്ഷിത യേശുവിന്റെ സ്നേഹിത, ലോകമോഹം വിട്ടകന്ന ധീര സാക്ഷികൾ. ആരാന്ത്യകാല പ്രേക്ഷിതരെ അമ്മ മാതാവിയുടെ സ്വർഗം രൂപപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രേക്ഷിതരെ, അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരെ, കാലമേറയില്ല കാന്തൻ വന്നിടുവാനാ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, അവിടുത്തെ പ്രത്യാഗമനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
രക്ഷ ലക്ഷ്യമാക്കി ജീവിതം ക്രമപ്പെടുത്തി ലോകത്തെ നിസ്സംഗതയാൽ വീക്ഷിക്കുന്നവർ. നമ്മുടെ ലക്ഷ്യം നിത്യജീവനാണ്. ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട സമയം. ആത്മനാഥനേശുവിന്റെ ആത്മഭാരമേറ്റെടുത്ത് ആത്മാക്കൾക്കായി വില കൊടുത്ത് വേല ചെയ്ത് അവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. അമ്മയുടെ പൊന്നോമന മക്കൾ, അമ്മയുടെ പ്രേക്ഷിത നിര. അമ്മേ, എല്ലാവരും ഒന്നിച്ച് അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. ചേർന്ന് പാടി. ആമേൻ, ആമേൻ. കർത്താവേ, കൃപ ചൊരിയണമേ. കാലഘട്ടത്തിന് അഭിഷേകത്തിൽ പ്രേക്ഷിത വേല ചെയ്യുവാൻ അന്ത്യകാല കൊയ്ത്തിനാൽ ഇറങ്ങിടുക സോദരെ. കാലമേറയില്ല കാന്തൻ വന്നിടുവാനാ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. കാലമേറയില്ല കാന്തൻ വന്നിടുവാനാ. അത് പ്രത്യാശയോടെ ഏറ്റു പറഞ്ഞേ, പ്രത്യാശയോടെ ഏറ്റു പറഞ്ഞേ. ഈശോയേ, നിങ്ങളുടെ ഏക രാജാവേ, ഏക കർത്താവേ, ഞങ്ങൾ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഏറ്റുപറയുന്നു. ഇല്ല കാന്തൻ വന്നിടുവാനാ, കാലമേറയില്ല കാന്തൻ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കാലഘട്ടത്തിന് അഭിഷേകത്തിൽ നിറയുവാൻ സ്വർഗത്തിന്റെ സൈന്യാധിപയായ അന്ത്യകാല പ്രവാചകിയായ തിരുസഭയുടെ നാഥയായ സുവിശേഷ വൽക്കരണത്തിന്റെ നക്ഷത്രമായ പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് അമ്മ മാതാവിനോട് ചേർന്ന് നിന്ന് കാലഘട്ടത്തിന്റെ അനോയിന്റിങ്ങിനായി, കാലഘട്ടത്തിന്റെ അഭിഷേകത്തിനായി, അന്ത്യകാല പ്രേക്ഷിത അഭിഷേകത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് ഒന്നിച്ച് വിളിക്കുന്നു. യേശുവേ, ഉച്ചസ്വരത്തിൽ വിളിക്കുന്നു. ഈശോയേ, ആവിന്റെ കെട്ടടിയട്ടെ, ഹൃദയം തുറക്കപ്പെടട്ടെ. ഹൃദയം തുറന്ന് ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. അഭിഷേകം പകരണമേ, അഭിഷേകം പകരണമേ. ഈ തലമുറയ്ക്ക് ആവശ്യമായ അഭിഷേകം, ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേകം, അനേകം ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ ആവശ്യമായ അഭിഷേകം, കുടുംബങ്ങളെ ശുദ്ധീകരിക്കുവാനുള്ള അഭിഷേകം, സഭയെ നവീകരിക്കുവാനുള്ള അഭിഷേകം, ലോകത്തെ സുവിശേഷവൽക്കരിക്കുവാനുള്ള അഭിഷേകം കർത്താവേ ഞങ്ങളിലേക്ക് പകരണമേ. ലോർഡ് റിലീസ്. ഓ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ അന്തിമ യുദ്ധത്തിൽ സാത്താനെതിരെ യുദ്ധം നയിക്കുവാൻ സ്വർഗം ഞങ്ങൾക്കായി നിശ്ചയിച്ചു തന്ന സ്വർഗത്തിന്റെ സൈന്യാധിപയായ ഞങ്ങളുടെ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് മക്കളായി ഞങ്ങളെല്ലാം ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ സമൂഹങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ സഭയെ സമർപ്പിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കാലത്തിന് പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് ആത്മനിറവോടെ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഔസേ പിതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ. ഒത്തിരി സ്നേഹത്തോടെ ആവേ 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 മരിയ, ആവേ മരിയ, അമ്മേ അമലേ അമലേ മരിയേ. അമ്മ മാതാവിനെ സ്നേഹിച്ചുകൊണ്ട് ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു.
ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. എല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നിറഞ്ഞ മനസ്സോടെയാണ് കർത്താവിൻ്റെ വചനവുമായി നിങ്ങളൊപ്പമായിരിക്കുന്നത്. ഫാത്തിമ അമ്മയുടെ ഈ തിരുനാൾ ദിനത്തിൽ തന്നെ ഈ ഒരു ശുശ്രൂഷ നമുക്കായി നൽകിയ കർത്താവിനെ നന്ദി പറയാം. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമ്മളായിരിക്കുന്ന ഈ ഒരു സമയത്തിൻ്റെ പ്രാധാന്യതയും നമ്മൾ വേണ്ടതുപോലെ തിരിച്ചറിയണം. ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള നിർണായകമായ ഒരു സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും നമ്മോട് എന്താണ് വിളിച്ചു പറയുന്നത്? ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. സുവിശേഷവൽക്കരണത്തിൻ്റെ അർജൻസിയാണ്. പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും വലിയ ആവശ്യകതയാണ്. അനുതാപത്തോടും മാനസാന്തരത്തോടും കൂടി ജീവിക്കേണ്ടതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം തരുന്ന ഓരോ പ്രവചന സന്ദേശത്തിലൂടെയും പരിശുദ്ധ ത്രിത്വം നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു. റോമാക്കാർക്കെതിരെ ലേഖനം 13-ാം അധ്യായം 11-ാം വചനത്തിൽ അവിടെ പരിശുദ്ധ വചനം പറയാണ്, നിങ്ങൾ ഇതെല്ലാം ചെയ്യേണ്ടത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും, നമ്മൾ സുവിശേഷ വേല ചെയ്യേണ്ടതും, നമ്മൾ പരിത്യാഗ പ്രവൃത്തികളിലൂടെ പ്രാശ്ചിത്ത പ്രവൃത്തികൾ അനുഷ്ഠിച്ച് നമ്മുടെ ആത്മരക്ഷയ്ക്കും അനേകരുടെ ആത്മരക്ഷയ്ക്കുമായി ഒരുങ്ങേണ്ടത് ഈ കാലത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം. സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്ന ഈ ഒരു നൂറ്റാണ്ടിൽ അല്പകാലത്തേക്ക് പിശാചിന് അധികാരം അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഈ നാളുകളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സഹായവും മധ്യസ്ഥവും നമുക്ക് കൂടിയേ തീരൂ. ലാസലേറ്റിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ മാതാവ് പറഞ്ഞു, മക്കളെ, പിശാച് ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെ നിങ്ങൾ ആത്മാക്കൾക്ക് നാശം സംഭവിക്കാതിരിക്കാൻ, പിശാച് ഒരുക്കുന്ന കെണികളിൽ അകപ്പെട്ട് നിങ്ങൾ നിത്യനാശത്തിലേക്ക് പോകാതിരിക്കാൻ, അമ്മയായ എൻ്റെ സഹായ മക്കളെ നിങ്ങൾക്ക് ആവശ്യമാണ്. ആവേ മരിയ, ആവേ മരിയ. സ്വർഗത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെയും കരുണയുടെയും അടയാളമാണ് ഈ പ്രവചന സന്ദേശം. അമ്മയുടെ മക്കളായ നമുക്ക് ആത്മനാശം സംഭവിക്കാതിരിക്കാൻ ഈ കാലഘട്ടത്തിലെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സഹായവും സാന്നിധ്യവും മാധ്യസ്ഥവും വളരെയധികം ആവശ്യമുള്ള ഒരു സമയത്തിലാണ് നമ്മൾ ആയിരിക്കുന്നതെന്ന് അമ്മ നമ്മളെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, അന്ത്യകാല പ്രവാചകൻ എന്ന ശുശ്രൂഷ ഷെക്കന് ന്യൂസിലൂടെ സ്വർഗം നമുക്ക് നൽകുമ്പോൾ ഇതാണ് സ്വർഗത്തിൻ്റെ പദ്ധതി. നമുക്കാർക്കും ആത്മനാശം സംഭവിക്കരുത്, നമുക്ക് നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ അമ്മ മാതാവിൻ്റെ പൊന്നോമന മക്കളാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ അമ്മയോട് ചേർന്ന് സാത്താനെതിരെ യുദ്ധം ചെയ്ത് അനേകം ആത്മാക്കളെ പിശാചിന്റെ പിടിയിൽ നിന്ന് വീണ്ടെടുത്ത് കർത്താവിനായി നേടേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇതാണ് നമ്മുടെ സ്വർഗീയ ദൗത്യം. ഇതിനായിട്ടാണ് ഈ കാലഘട്ടത്തിൽ കർത്താവ് എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, വളരെ നിർണായകമായൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ രാത്രി 9 മുതൽ 10 വരെ ഷെക്കൻ ന്യൂസിലൂടെ ഈറ്റുനോവിൻ്റെ കാലം എന്നുള്ള ശുശ്രൂഷ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈറ്റുനോവിൻ്റെ കാലത്തിലാണ്. വേദനകൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളായിരിക്കുന്ന ഈ ഒരു സമയത്തിന് പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കും
അനേകരുടെ ആത്മരക്ഷയ്ക്കുമായി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയമാണിത്. പലപ്പോഴും പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം തരുന്ന ഈ പ്രവചന സന്ദേശങ്ങൾ വേണ്ടവിധം നമുക്ക് വിശ്വസിക്കാനോ അത് സ്വീകരിച്ച് ജീവിക്കുവാനോ അത് അനേകർക്ക് പകർന്നു കൊടുക്കുവാനോ നമുക്ക് കഴിയുന്നില്ല. കാരണം പലപ്പോഴും നമ്മളതിൽ അവിശ്വസിക്കുകയാണ്, പലപ്പോഴും നമ്മളതിൽ സംശയിക്കുകയാണ്. ഈ പ്രവചന സന്ദേശങ്ങളിൽ പല പല കാര്യങ്ങൾ പറഞ്ഞ് അതിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയാണ്. ഫാത്തിമയിൽ നമ്മുടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ 3 ഇടയ കുഞ്ഞുങ്ങളോട് അമ്മ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രവചന സന്ദേശം എന്തായിരുന്നു? അമ്മ പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങൾ സഭയിൽ എൻ്റെ പ്രവർത്തനങ്ങളെ തടയുവാനായി പിശാച് ആവുന്നതെല്ലാം ചെയ്യും. ഞാൻ നൽകുന്ന സന്ദേശങ്ങൾ, ഞാൻ സഭയിൽ ചെയ്യുന്നവയെ പറ്റി സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ ആയുധം. ന്യായവും സാരവത്വമായ യുക്തിവിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സംശയങ്ങൾ അവൻ ഉറപ്പിക്കും. പരിശുദ്ധ അമ്മയിലൂടെ നൽകപ്പെടുന്ന പ്രവചന സന്ദേശങ്ങൾ അത് പല യുക്തിവിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സംശയങ്ങളെയും തെറ്റിദ്ധാരണകളെയും പിശാച് ഉറപ്പിക്കും. അതിനാൽ ഞാൻ പറയുന്നത് എന്തു തന്നെ ആയാലും അവ സ്വീകരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും മുൻപേ തന്നെ അവയിൽ കുറ്റം കാണുന്നൊരു മനോഭാവം അവൻ നിങ്ങളുടെ മനസ്സിൽ ഉളവാക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ, എത്ര കൃത്യമായിട്ടാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം ഈ പ്രവചന സന്ദേശം ഫാത്തിമ പ്രത്യക്ഷീകരണത്തിലൂടെ നമുക്ക് നൽകിയത്. പരിശുദ്ധ അമ്മയിലൂടെ ഇന്ന് ത്രിത്വം സഭയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ പിശാചാവുന്നതെല്ലാം ചെയ്യുകയാണ്. അമ്മ മാതാവിലൂടെ നൽകപ്പെടുന്ന പ്രവചന സന്ദേശങ്ങൾ നമുക്കറിയാം. ഇന്ന് ലോകത്തിൽ അനേക ദിക്കുകളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ പ്രവചനങ്ങൾ അമ്മ അറിയിക്കുന്നുണ്ട്. ഈ സന്ദേശങ്ങൾ ഉള്ളടക്കം മുഴുവൻ എന്താണ്? മക്കളെ, വളരെയധികം പ്രാർത്ഥിക്കുക. പാപികളെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. അതിവേഗം മാനസാന്തരപ്പെടുക. അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിയുക. ഇല്ലെങ്കിൽ ദൈവനീതിയിലൂടെ ഈ ലോകം കടന്നു പോകേണ്ടി വരും. എൻ്റെ പുത്രനായ യേശുവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു. മക്കളെ, സമയം ആസന്നമായിരിക്കുന്നു. ലാസലേറ്റ്, ഫാത്തിമ, ഗർഭംതാള്, മെജുകുറിയ, ഇന്ന് വേണ്ട ലൂർദ്, പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളിൽ നൽകപ്പെട്ട സന്ദേശങ്ങളിൽ ഉള്ളടക്കം മുഴുവൻ ഇതാണ്: അനുതപിക്കുക, മാനസാന്തരപ്പെടുക, പ്രാർത്ഥിക്കുക, പ്രാശ്ചിത്തം അനുഷ്ഠിക്കുക, പരിഹാരം ചെയ്യുക, പാപികളെ മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കുക. എന്തിനാ അമ്മ ഈ സന്ദേശം അറിയിക്കുന്നത്? തൻ്റെ പുത്രനായ യേശുവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു, സമയം ആസന്നമായിരിക്കുന്നു. അപ്പോൾ ഈ സന്ദേശങ്ങൾ വിശ്വസിച്ച് അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തേണ്ട ഒരു സമയമാണിത്. അതിന് പകരം ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, തെറ്റിദ്ധാരണകൾ ഇതെല്ലാം പിശാച് സൃഷ്ടിച്ച് സഭയിൽ ഒരു സംശയത്തിൻ്റെ, ആശയക്കുഴപ്പത്തിൻ്റെ അന്തരീക്ഷമുണ്ടാക്കുന്നു. ഇന്ന് പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. അനേകം സഭാ മക്കൾക്ക് ഈ പ്രവചന സന്ദേശങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല, സംശയിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, എത്ര കൃത്യമാണ്! ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു നിർണായക യുദ്ധത്തിലാണ്. വെളിപാട് 12:17 പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 17-ാം വചനത്തിൽ കൃത്യമായി പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും, നിങ്ങൾ ശ്രദ്ധിച്ച വചനങ്ങൾ കേൾക്കണമേ, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അപ്പൊ ഇന്ന് പിശാച് തുറന്ന യുദ്ധത്തിലാണ്. ദൈവകൽപ്പനകൾ കാക്കുന്നവർക്കെതിരെ, കർത്താവായ യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരെ നശിപ്പിക്കുവാൻ, സഭയെ തകർക്കുവാൻ,
ഇന്ന് തുറന്ന യുദ്ധം, ഘോര യുദ്ധം പിശാച് നടത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഈ നിർണായക യുദ്ധത്തിൻ്റെ, ഈ അന്തിമ യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് ലോകത്തിലും സഭയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്ന ദൈവനിഷേധം, ദൈവദൂഷണം, പ്രകൃതിക്ഷോഭങ്ങൾ, മതപീഡനം, വിശ്വാസത്യാഗം, പാപമ്ലേച്ഛത അതിപ്രസരം, വ്യാജ പ്രബോധനങ്ങൾ, കള്ളപ്രവാചകന്മാർ, നമ്മളിന്ന് ലോകത്തിൽ കാണുന്ന ഈ കാര്യങ്ങൾ, സഭയിൽ കാണുന്ന പല പല പ്രതിഭാസങ്ങൾ, മാറ്റങ്ങളെല്ലാം ഈ നിർണായക യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങളാണെന്ന് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമ്മുടെ അമ്മ മാതാവ് ഈ സത്യം നമ്മളെ പഠിപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച് എന്താ അമ്മ പറഞ്ഞത്? നിങ്ങളൊരു അന്തിമ യുദ്ധത്തിലാണ്. നമുക്ക് ഒരുമിച്ചത് വായിക്കാം. ഇത് നിർണായക യുദ്ധത്തിൻ്റെ സമയമാണ്. വെളിപാടിലെ കന്യകയും അഗ്നിമയനായ ഉഗ്രസർപ്പവും തമ്മിലുള്ള ഘോര യുദ്ധം. ഈ യുദ്ധത്തിൻ്റെ അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. എത്ര കൃത്യമായൊരു പ്രവചന സന്ദേശമാണിത്. മക്കളെ, നിങ്ങൾ ഒരു നിർണായക യുദ്ധത്തിലാണ്. ആര് തമ്മിലാണ് യുദ്ധം? വെളിപാടിലെ സ്ത്രീയും വെളിപാടിലെ കന്യകയും അഗ്നിമയനായ ഉഗ്രസർപ്പവും തമ്മിലുള്ള യുദ്ധം. വെളിപാട് പുസ്തകം 12:1 നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട് ആരാണ് വെളിപാടിലെ കന്യക. വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ സ്ത്രീ ആരാണ്? ദൈവശാസ്ത്രപരമായി മറ്റു പല വീക്ഷണങ്ങൾ അതിലുണ്ടെങ്കിൽ പോലും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, അത് പരിശുദ്ധ അമ്മ മാതാവ് തന്നെയാണ്. സഭയുടെ നാഥയായ, തിരുസഭയുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയമാണ് വെളിപാടിലെ കന്യക. സൂര്യനുടയാടിയാക്കിയിരിക്കുന്ന, ചന്ദ്രനെ പാടപീഠമാക്കിയിരിക്കുന്ന ആ വെളിപാടിലെ സ്ത്രീ പരിശുദ്ധ അമ്മ മാതാവ് തന്നെയാണ്. ആവേ മരിയ. വിശ്വസിച്ച് ഉച്ചത്തിൽ പറഞ്ഞ് ആവേ മരിയ, ആവേ മരിയ. നമുക്കൊന്നിച്ചൊരു മനസ്സോടെ വചനം വായിക്കാം. വെളിപാട് പുസ്തകം 12:1. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. യോഹന്നാൻ ശ്ലീഹ പറയാണ്, സ്വർഗത്തിൽ വലിയ അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ. ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഇതാരാണ്? പരിശുദ്ധ അമ്മ മാതാവാണ്. അടുത്തത് അഗ്നിമയനായ സർപ്പം. ആരാണ് ഈ അഗ്നിമയനായ സർപ്പം? അത് സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പമാണ്. വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന അഗ്നിമയനായ സർപ്പം അത് പിശാചാണ്. വെളിപാട് പുസ്തകം 12:3 നമുക്ക് ഈ സത്യം കാണാൻ പറ്റും. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 2-3 വചനങ്ങളൊന്ന് വായിച്ച്. അവൾ ഗർഭിണിയായിരുന്നു, പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു, പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. 3-ാമത്തെ വചനം അവിടെ പറയുന്നുണ്ട്, അഗ്നിമയനായ ഒരു സർപ്പം. യോഹന്നാനിലേക്കാണ് ഞാൻ കണ്ടു എന്നാ പറയുന്നത്. അഗ്നിമയനായൊരു സർപ്പം. എൻ്റെ സഹോദരങ്ങളെ, അപ്പൊ ഈ നിർണായക യുദ്ധം ആര് തമ്മിലാ? പരിശുദ്ധ അമ്മ മാതാവും പിശാചും തമ്മിലാണ് ഈ യുദ്ധം. സാത്താനെതിരെ, നിങ്ങൾ ശ്രദ്ധിച്ച്, സാത്താനെതിരെ പട നയിക്കുവാൻ സ്വർഗം നിയോഗിച്ച സ്വർഗത്തിന്റെ സൈന്യാധിപയാണ് പരിശുദ്ധ അമ്മ മാതാവ്. ആവേ മരിയ. ഉച്ചത്തിൽ പറഞ്ഞ ആവേ മരിയ. അതുകൊണ്ടാണ് ഈ അന്ത്യകാലഘട്ടത്തിലെ ഈ അവസാന നാളുകളിൽ എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവിലൂടെ അന്ത്യകാല പ്രേക്ഷിതരെ, പരിശുദ്ധ അമ്മയുടെ സൈന്യ നിരയെ, അത് പരിശുദ്ധാത്മാവിൻ്റെ ആർമിയാണ്. അത് കർത്താവിൻ്റെ വിശ്വസ്തരായ ആത്മാക്കളാണ്. അവരെ പരിശുദ്ധ ത്രിത്വം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നേക്കാൾ 300 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് എന്ന ആ മഹാവിശുദ്ധനിലൂടെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയ പ്രവചനമാണിത്. അന്ത്യകാലഘട്ടത്തിൽ പരിശുദ്ധ മറിയത്തിലൂടെ പരിശുദ്ധ ത്രിത്വം അന്ത്യകാല പ്രേക്ഷിതർ രൂപപ്പെടുത്തും. ആ നാളുകളിൽ മറിയം പൂർവാധികം പ്രശോഭിതയാകും. സാത്താനെതിരായ ഒരു വമ്പിച്ച ഒരു സൈന്യ നിരയെ മറിയത്തിലൂടെ സ്വർഗം രൂപപ്പെടുത്തും. അവരാണ് അന്ത്യകാല പ്രേക്ഷിതരെ, കർത്താവിൻ്റെ വിശ്വസ്തരായ ആത്മാക്കള്. അപ്പം സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം.
നമ്മളായിരിക്കുന്ന ഈ സമയത്തിന് പ്രത്യേകത മനസ്സിലാക്കി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി അമ്മയോട് ചേർന്ന് അമ്മയുടെ വിശ്വസ്ത മക്കളായി കർത്താവിനും സഭയ്ക്കുമായി ഉണരുവാനും പ്രവർത്തിക്കുവാനും സ്വർഗം വിളിച്ചവരാണ് നമ്മൾ. നമുക്ക് ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലോട്ട് വരാം. മെയ് മാസം 13-ാം തീയതി ഫാത്തിമ അമ്മയുടെ തിരുനാളാണ്. എൻ്റെ സഹോദരങ്ങളെ, 1916 നമ്മൾ ശ്രദ്ധിക്കണം. അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ഒരു വർഷം മുൻപ് തന്നെ സ്വർഗം ഈ 3 ഇടയ കുഞ്ഞുങ്ങളെ ആത്മീയമായി ഒരുക്കുകയായിരുന്നു. അവർ അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് ആടുകളെ മേയ്ക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. പെട്ടെന്ന് ശക്തമായൊരു മഴ പെയ്യുകയാണ്. അവർ തൊട്ടടുത്തുള്ളൊരു ഗുഹയിൽ കയറിയിരിക്കുന്ന സമയത്ത് അതിശക്തമായൊരു പ്രകാശഗോളം, ആ ഗോളത്തിൻ്റെ മധ്യേ വളരെ പ്രക്ഷോഭിതനായിട്ടുള്ള ഒരു യുവാവ്. ഈ കുട്ടികൾ ഭയവിഹ്വലരായി. ഈ സമയത്ത് വളരെ സൗമ്യതയോടെ യുവാവ് പറയുകയാണ്, ഞാൻ സമാധാനത്തിൻ്റെ മാലാഖയാണ്, ഞാൻ പോർച്ചുഗൽ ഈ രാജ്യത്തിൻ്റെ കാവൽ മാലാഖയാണ്, നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക, നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. ഇത് പറഞ്ഞ് മാലാഖ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് 3 പ്രാവശ്യം ഈ ഒരു പ്രാർത്ഥന ഏറ്റു ചൊല്ലുകയാണ്. ആ കുഞ്ഞുങ്ങൾ അതോടൊപ്പം പ്രാർത്ഥന ചൊല്ലുകയാണ്. ഏതാണ് പ്രാർത്ഥന? നമ്മൾ ഈ നാളുകളിൽ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൂടെ ദിവസത്തിൽ പല പ്രാവശ്യവും ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലി നമ്മൾ കർത്താവിനോട് മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. നമുക്കൊരുമിച്ച് മലാഖയിലൂടെ സ്വർഗം പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റു ചൊല്ലാം. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൽ സ്വർഗം നൽകിയ ശക്തമായ ഒരു 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 പ്രൊഫറ്റിക് പ്രയറാണ് നമ്മളിവിടെ ചൊല്ലാൻ പോകുന്നത്. ഉച്ചത്തിലൊന്ന് ഏറ്റു ചൊല്ലിക്കേ. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശയർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ, എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് ഇത്! ഏതെങ്കിലും മനുഷ്യ വ്യക്തികൾ എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥനയല്ല, സ്വർഗം നൽകിയ പ്രൊഫറ്റിക് പ്രയറാണിത്. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മാപ്പപേക്ഷ നടത്തുന്ന അതിശക്തമായൊരു പ്രാർത്ഥന. കർത്താവിന് ദൂതൻ അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഈ ലോകത്തിൻ്റെ കഠിനമായ പാപങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം. മക്കളെ, നിങ്ങൾ അനുതാപ ഹൃദയത്തോടെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. ഇന്ന് നിന്നയും എതിർപ്പും കർത്താവിനുള്ള മറുതലിപ്പും മൂലം ഒരുപാട് ഈശോയുടെ ഹൃദയം വേദനിക്കുന്നുവെന്ന് മലാഖ കുഞ്ഞുങ്ങളോട് പറയാം. അതിനുവേണ്ടി മക്കളെ നിങ്ങൾ സഹിക്കാൻ തയ്യാറാകണം. അപ്പോൾ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിനായി സ്വർഗം ഈ കുഞ്ഞുങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയുണ്ടു. വലിയൊരു പ്രിപ്പറേഷൻ നടത്തുകയാണ്. അതിനായി കർത്താവ് തൻ്റെ ദൂതനെ വിട്ട് ഈ കുഞ്ഞുങ്ങൾ ഒരുക്കുകയാണ്. വീണ്ടും 1916 അതൊരു ശരത്കാലമാണ്. ഒരു വിൻ്റർ സീസണിൽ ഈ മാലാഖ വീണ്ടും കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. വലത് കൈയിൽ സ്വർണ്ണ കാസയുമായി. ശ്രദ്ധിച്ച് നിങ്ങൾ, വലത് കൈയിൽ ഇതൊന്നും വിഡ്ഢിത്തരങ്ങൾ മണ്ടത്തരം വിളിച്ച് പറയല്ല. സഭാ ചരിത്രത്തിലുള്ള ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകളാണ് എൻ്റെ സഹോദരങ്ങളെ ഇവിടെ പങ്കുവെക്കുന്നത്. സ്വർഗത്തിൻ്റെ ഇടപെടലുകളാണിത്. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കാലത്തിന് പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആത്മീയ ഒരുക്കമുള്ളവരാകുവാൻ സ്വർഗം നൽകുന്ന കരുണയുടെയും സ്നേഹത്തിൻ്റെയും അടയാളങ്ങളാണ് ഈ പ്രത്യക്ഷീകരണങ്ങളിലൂടെ പരിശുദ്ധ ത്രിത്വം നമുക്കായി വെളിപ്പെടുത്തി തരുന്നത്. വലത് കൈയിൽ സ്വർണ്ണക്കാസയും, ഈ സ്വർണ്ണക്കാസയുടെ മുകളിൽ മറ്റേ കൈയിൽ തിരുവോസ്തിയും. ഈ തിരുവോസ്തിയിൽ നിന്ന് കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തത്തുള്ളികൾ, തിരിച്ചോര തുള്ളികൾ ഈ കാസയിലേക്ക് ഇറ്റിറ്റ് വീഴുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇറ്റിറ്റ് വീഴുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ അന്തരീക്ഷത്തിലെ ഈ കാസയും തിരുവോസ്തിയും
ഇങ്ങ് തങ്ങി നിൽക്കുകയാണ്. ആരും സപ്പോർട്ട് ചെയ്തിട്ടല്ല, അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് മാലാഖ എന്ത് ചെയ്യുന്നറിയോ? കർത്താവിൻ്റെ തിരുശരീരരക്തങ്ങളെ സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിക്കുകയാണ്. ഈ 3 കുഞ്ഞുങ്ങളും മാലാഖയോടൊപ്പം ആരാധിക്കുകയാണ്. തുടർന്ന് മനോഹരമായൊരു പ്രാർത്ഥന ദൈവദൂതൻ പഠിപ്പിച്ചു. നമ്മൾ ഈറ്റുനോവിൻ്റെ കാലത്ത് ഈ ശുശ്രൂഷയുടെ മധ്യേ ദിവ്യകാരുണ്യ ആരാധന നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ്. നമ്മൾ എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കണം. പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ സാധിക്കുന്ന എല്ലാവരും ഈ പ്രാർത്ഥന നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ച് അത് ചൊല്ലണം സഹോദരങ്ങളെ. എന്താണ് മാലാഖ പഠിപ്പിച്ച പ്രാർത്ഥന? നിങ്ങൾ ഒരുമിച്ച് ആ പ്രാർത്ഥന നേറ്റു ചൊല്ലിക്കേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വമേ, ഞാൻ അങ്ങേ ഹൃദയപൂർവ്വം ആരാധിക്കുന്നു. അങ്ങേക്കെതിരെ നിന്ന എതിർപ്പ്, സ്നേഹമില്ലായ്മ തുടങ്ങിയവ വഴിയായി ചെയ്യപ്പെടുന്ന എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി ലോകത്തിലെ സകല സക്രാരികളിലും വസിക്കുന്ന യേശുവിന്റെ അമൂല്യമായ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. യേശുവിന്റെ തിരുഹൃദയത്തിന്റെയും മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെയും അസംഖ്യമായ യോഗ്യതകളെ പ്രതി പാപികളുടെ മാനസാന്തരത്തിനായി ഞാൻ യാചിക്കുന്നു. എന്റെ സഹോദരി സഹോദരങ്ങളെ, എത്ര ശക്തമായൊരു പ്രൊഫറ്റിക് പ്രയർ ആണിത്. ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, പാപികളെ മാനസാന്തരത്തിന് വേണ്ടി, കർത്താവിന് ഏൽക്കുന്ന നിന്ന അപമാനങ്ങളെ പ്രതി മാപ്പ് ചോദിച്ച് നമ്മൾ അനുതാപ ഹൃദയത്തോടെ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അതിശക്തമായ ദൈവിക ഇടപെടലുകൾ ലോകത്തിലും സഭയിലും സംഭവിക്കും. ഈ കാലഘട്ടത്തിലും ഇതുപോലെ പ്രവർത്തിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ് സഹോദരങ്ങളെ. ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് ഈ വിധം പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം. അതാണ് സ്വർഗത്തിൻ്റെ ആഗ്രഹം. വളരെ വേദനയോടെ മാലാഖ തുടർന്ന് ഈ കുഞ്ഞുങ്ങളെ അറിയിച്ചു. എന്താ മാലാഖ പറഞ്ഞു കൊടുത്തത്? മാലാഖ പറഞ്ഞു, നന്ദിഹീനരായ മനുഷ്യരാൽ ഘോരമായി അപമാനിക്കപ്പെടുന്ന യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും എടുത്ത് അനുഭവിക്കുക. അതെവിടെ കിട്ടുന്നത്? ഓരോ പരിശുദ്ധ കുർബാനയിലുമാണ്. ഓരോ പരിശുദ്ധ കുർബാനയിലുമാണ് നമുക്കിത് അനുഭവിക്കാൻ കഴിയുന്നത്. തുടർന്ന് മാലാഖ പറഞ്ഞു, അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നിന്റെ ദൈവമായ കർത്താവിനെ നീ ആശ്വസിപ്പിക്കുക. കർത്താവിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുക. നന്ദിഹീനരായ മനുഷ്യരാൽ ചെയ്യപ്പെടുന്ന അതികഠോരമായ പാപങ്ങൾ മൂലം കർത്താവിൻ്റെ ഹൃദയം ഒരുപാടെന്ന് മുറിവേറ്റിരിക്കുന്നു. മരണതുല്യമായ വേദന കർത്താവ് അനുഭവിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 38-ാം വചനത്തിൽ ഈശോ പറയുന്നുണ്ട്. എന്താ ഈശോ പറയുന്നത്? അവൻ അവരോട് പറഞ്ഞു, തീവ്രമായ ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. എൻ്റെ ആത്മാവ് മരണതുല്യമായ വേദന അനുഭവിക്കുന്നു. മരണതുല്യമായ വേദന എൻ്റെ ആത്മാവ് അനുഭവിക്കുന്നു. എന്തുകൊണ്ട് മരണതുല്യമായ വേദന ഈശോ അനുഭവിക്കുന്നത്? നമ്മൾ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾ, നമ്മുടെ അവിശ്വസ്തതകൾ, നമ്മുടെ അശുദ്ധികൾ, നമ്മുടെ അവിശ്വാസം, പാപം, മ്ലേച്ഛതകൾ എന്നു വേണ്ട എല്ലാ വിധത്തിലും ഈശോയുടെ ഹൃദയം ഒരുപാട് വേദനിക്കുകയാണ് സഹോദരങ്ങളെ. അതിനുവേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ ദൂതൻ ആവശ്യപ്പെടുക. അപ്പോൾ ഈ പ്രയർ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും ഒന്നിച്ച് ചൊല്ലി പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഇതിനുശേഷം 1917 മെയ് മാസം 13-ാം തീയതി നിങ്ങൾ മനസ്സിലാക്കണം, പോർച്ചുഗലിൻ്റെ ക്യാപിറ്റലാണ് ലിസ്ബൺ. ഈ ലിസ്ബൺ നഗരത്തിൻ്റെ ഒരു 90 കിലോമീറ്റർ അകലെയാണ് ഫാത്തിമ എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമം, ആ കുന്നിൻ ചെരുവ്. ആ കുന്നിൻ ചെരുവിൽ ഈ കുഞ്ഞുങ്ങൾ ആടുകളെ മേയ്ക്കാൻ പോയി. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവരിയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് വലിയ കാറ്റും അതുപോലെ തന്നെ ഇടിമിന്നലൊക്കെ വരികയാണ്. അവർ ഉടനെ വീടുകളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അവരിങ്ങനെ ഓടിപ്പോവുകയാണ്. പെട്ടെന്ന് ആ വഴി മധ്യേ ഒരു ഓക്കുമരം അവിടെ വളരെ പ്രകാശപൂർണമാവുകയാണ്.
അവർ കാണുകയാണ് അതിമനോഹരിയായ സുന്ദരിയായൊരു സ്ത്രീ യോക്കുമരത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നു. വെള്ള വസ്ത്രം ധരിച്ച് അതിന് ചുറ്റും നല്ല ആ സ്വർണ്ണക്കര, ആ ബോർഡറൊക്കെ സ്വർണ്ണക്കരയാണ്. അതിമനോഹരിയായിട്ടുള്ള സ്ത്രീ. അത് പരിശുദ്ധ അമ്മ മാതാവാണ്. അമ്മയുടെ കരങ്ങളിൽ ജപമാലയുണ്ടായിരുന്നു. അമ്മ ജപമാല ചൊല്ലിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അമ്മ ജപമാല പിടിച്ചിരുന്നു. ഈ കുട്ടികളാകെ ഭയപ്പെട്ടു. ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ നിങ്ങളുടെ അമ്മയാണ്. നിങ്ങൾ എല്ലാ മാസവും തുടർന്ന് ഒക്ടോബർ വരെ 13-ാം തീയതി ഇവിടെ വരണം. മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെയുള്ള 6 മാസങ്ങളിൽ എല്ലാ മാസവും 13-ാം തീയതി നിങ്ങൾ ഇവിടെ വരണം. തുടർന്ന് അമ്മ അവരോട് പറഞ്ഞു, അമ്മ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദൈവത്തിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുവാനും അവിടത്തേക്കെതിരായി ചെയ്യപ്പെടുന്ന എണ്ണമറ്റ പാപങ്ങളുടെ പരിഹാരത്തിനായും പാപികളുടെ മാനസാന്തരത്തിനായും അവിടുന്ന് അയക്കുന്ന സഹനങ്ങളെ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് സമ്മതമാണോ? എൻ്റെ സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച്, ദൈവത്തിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സമർപ്പണത്തിൽ, നമ്മൾ ഒരു പരിപൂർണമായ സമർപ്പണത്തിൽ ത്യാഗമുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കുമായി, ഇവാഞ്ചലൈസേഷനായി, ദൈവിക പദ്ധതികൾക്കായി നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണത്തിൽ സഹനമുണ്ട്, നഷ്ടപ്പെടലുകളുണ്ട്, അതിൽ ത്യാഗമുണ്ട്, കണ്ണുനീരുണ്ട്, വേദനയുടെ അനുഭവങ്ങളുണ്ട്, മുറിയപ്പെടലുകളുണ്ട്. അതാ അമ്മ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിനായി സമർപ്പിക്കുമ്പോൾ, എണ്ണമറ്റ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുമ്പോൾ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ത്യാഗമെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരിയേറെ സഹിക്കേണ്ടി വരും. നിങ്ങൾക്കൊത്തിരിയേറെ സഹിക്കേണ്ടി വരും. എല്ലാവരും ശ്രദ്ധിച്ച സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവിലൂടെ ഇന്നേക്കാൾ 100 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗം നൽകി പ്രവചന സന്ദേശം ഈ നാളുകളിൽ എന്നോടും നിങ്ങളോടുമാണ് സംസാരിക്കുന്നത്. ഇത് നമുക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാണ്. ദൈവത്തിനായി, ദൈവിക പദ്ധതികൾക്കായി നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാണോ? ഒന്നാമത്തെ ചോദ്യം അതാണ്. നമുക്ക് സഹിക്കേണ്ടി വരും, അസ്വസ്ഥരാകരുത്, നമ്മൾ ഭയപ്പെടരുത്, ആകുലപ്പെടരുത്. നമ്മളെ വിളിച്ച കർത്താവ് കൂടെയുണ്ട്. ഈ സഹനങ്ങൾ നമ്മൾ ഒറ്റയ്ക്കല്ല, സ്വർഗം കൂടെയുണ്ട്, പരിശുദ്ധ അമ്മ കൂടെയുണ്ട്. കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുക. ഓ, സ്തുതിക്കുന്നു. രണ്ടാമത്, എണ്ണമറ്റ പാപങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിഹാരം അനുഷ്ഠിക്കുമ്പോൾ, നമ്മൾ പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് സഹിക്കേണ്ടി വരും. പക്ഷെ തളരരുത്. ഇത് സ്വർഗത്തിൻ്റെ ആഹ്വാനമാണ്, ഇത് സ്വർഗത്തിൻ്റെ സന്ദേശമാണ്. ഈ സ്വർഗീയ സന്ദേശത്തോട് യെസ് പറയാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ സ്വർഗം നമ്മോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്, നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാണോ? എണ്ണമറ്റ പാപങ്ങൾക്ക് വേണ്ടി പ്രാശ്ചിത്തം അനുഷ്ഠിച്ച് പരിഹാരം ചെയ്യാൻ നമ്മൾ തയ്യാറാണോ? മൂന്നാമത്, പാപികളെ മാനസാന്തരത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുവാൻ, സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരാണോ? പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം അറിയിച്ചു, എങ്കിൽ നിങ്ങൾക്ക് ഒത്തിരിയേറെ സഹിക്കേണ്ടി വരും. സഹനങ്ങളെ ഭയപ്പെടണം. അതുകൊണ്ടാണ് ഹെബ്രായ പുസ്തകം 10-ാം അധ്യായം 36-ാമത്തെ വചനം, ഹെബ്രായ പുസ്തകം 10:36 എന്താ പറയുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ, ആവേ മരിയ. ഞങ്ങൾ എല്ലാവരും അതിനെ ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി, ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റുമ്പോൾ, ദൈവത്തിന് തിരുമനസ്സറിഞ്ഞ് ജീവിക്കുമ്പോൾ, സ്വർഗത്തിന്റെ ആലോചനകളോട് നമ്മൾ അനുസരണപ്പെടുമ്പോൾ, തിരുവെഴുത്ത് പറയാണ്, നിങ്ങൾക്ക് ഒത്തിരിയേറെ സഹിക്കേണ്ടി വരും. സഹനമുണ്ട്. അതുകൊണ്ട് വെളിപാട് പുസ്തകം 13-ാം അധ്യായം 9-ഉം 10-ഉം വചനങ്ങളിൽ വ്യക്തമായി ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്,
ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. തടവിലാക്കപ്പെടേണ്ടവൻ തടവിലേക്ക് പോകുന്നു. വാളുകൊണ്ട് വധിക്കുന്നവൻ വാളിനിരയാകണം. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം, എതിർ ക്രിസ്തുവിന്റെ കാലത്ത് എൻ്റെ സഹോദരങ്ങൾ ഉഗ്രമായ പീഡനങ്ങൾ ഉണ്ടാകും. കർത്താവ് പറഞ്ഞു, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഉഗ്ര പീഡനങ്ങൾ അന്നുണ്ടാകും. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ആരും തന്നെ രക്ഷപ്പെടുമായിരുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ഉഗ്രപീഡനത്തിൻ്റെ നാളുകൾ കർത്താവ് പരിമിതപ്പെടുത്തുകയാണ്. അപ്പം ശ്രദ്ധിക്കണം, പീഡനങ്ങളുണ്ട്. അനേകർ തടവറയിൽ അടയ്ക്കപ്പെടും. കർത്താവിനെ പ്രതി, വിശ്വാസത്തെ പ്രതി പലരും വധിക്കപ്പെടും. കഠിനമായ സഹനത്തിൻ്റെ നാളുകൾ, വേദനയുടെ നാളുകളൊക്കെ വരും. സഹോദരങ്ങളെ, അസ്വസ്ഥരാകേണ്ട. നമ്മൾ ആരും രക്തസാക്ഷിത്വത്തെ ഭയപ്പെടേണ്ട. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ പ്രതി, യേശുവിന്റെ സത്യവചനത്തെ പ്രതി, കർത്താവിന്റെ പരിശുദ്ധ സഭയെ പ്രതി, സഭയുടെ സത്യപ്രബോധനങ്ങളെ പ്രതി, വിശ്വാസ സത്യങ്ങളെ പ്രതി ധീരതയോടെ നിലകൊള്ളുവാനും അത് ജീവിക്കുവാനും അത് പ്രഘോഷിക്കുവാനുമുള്ള ആത്മധൈര്യം ഈ കാലഘട്ടത്തിലെ സഭാമക്കൾക്കുണ്ടാകണം. ഇത് കർത്താവിന്റെ ആഗ്രഹമാണ്. ഇത് അമ്മ മാതാവിന്റെ മനസ്സായത്. അതിന് അമ്മ നമ്മുടെ ജീവിതങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രക്തസാക്ഷിത്വത്തിന്റെ നാളുകൾ വരാൻ പോവാ സഹോദരങ്ങളെ. ഇപ്പം മിഡിൽ ഈസ്റ്റിലും മധ്യപൂർവേഷ്യയിലും ആഫ്രിക്കയിലൊക്കെ നമുക്ക് ഒരുപാട് ഇന്ന് കാണാം. ഇത് ലോകവ്യാപകമായി സംഭവിക്കും. ലോകവ്യാപകമായി ഈ പീഡനത്തിൻ്റെയും അതുപോലെ തന്നെ കർത്താവിനെ പ്രതി, വചനത്തെ പ്രതിയുള്ള രക്തസാക്ഷിത്വത്തിൻ്റെയും നാളുകൾ സംഭവിക്കാൻ പോവാണ്. പരിശുദ്ധ വചനം പറയുന്നത് അനേകർ തടവിലാക്കപ്പെടും, അനേകർ വാളുകൊണ്ട് വധിക്കപ്പെടും. തുറന്ന് എന്താണ് വചനം പറയുന്നത്? ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും, ഇവിടെയാണ് വിശുദ്ധർക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നത്. ഓ, സ്തുതിക്കുന്നു. ഈ സഹനത്തിന്റെ നാളുകളിൽ, ഈ വേദനയുടെ നാളുകളിൽ, ഈ മഹാപീഡനത്തിന്റെ നാളുകളിൽ പരിശുദ്ധ അമ്മ മാതാവിന്റെ പൊന്നോമന മക്കൾക്ക്, കർത്താവിന്റെ വിശ്വസ്തരായ ആത്മാക്കൾക്ക്, അന്ത്യകാല പ്രേക്ഷിതർക്ക് എന്ത് വേണം? സഹനശക്തി വേണം. ഇവിടെയാണ് വിശുദ്ധർക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നത്. ആവേ മരിയ, ആവേ മരിയ. ഒന്നിച്ചൊന്ന് പാടിക്കേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരി. ആഗ്രഹത്തോടെ സ്നേഹത്തോടെ പറഞ്ഞു പാടിക്കേ. ആവേ 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 മരിയ, അമ്മേ അമ്മേ ആവേ മരിയ. കൃപ കൃപ കൃപ, കൃപയുടെ മുദ്ര, അഭിഷേക മുദ്ര, സംരക്ഷണ മുദ്ര. ഓ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ചോദ്യത്തിന് മറുപടിയായി പരിശുദ്ധ അമ്മ ചോദിച്ചു, മക്കളെ, നിങ്ങൾക്ക് ഒത്തിരി സഹിക്കേണ്ടി വരും. ഇതിന് മറുപടിയായ 3 ഇടയ കുഞ്ഞുങ്ങൾ എന്താ പറഞ്ഞത്? ഈ ചോദ്യത്തിന് 3 പേർക്കും വേണ്ടി ലൂസി അതെ എന്ന് ഉത്തരം നൽകി. ആ സ്ത്രീ തുടർന്ന്, ആരാണ് ഈ സ്ത്രീ? നമ്മുടെ അമ്മ മാതാവാണ്. ആ സ്ത്രീ തുടർന്നു, എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സഹിക്കേണ്ടി വരും, എന്നാൽ ദൈവകൃപ നിങ്ങളെ ആശ്വസിപ്പിക്കാനായി എപ്പോഴും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവിനെ പ്രതി, വചനത്തെ പ്രതിയുള്ള ഈ സഹനങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. ഈ സഹനങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എന്തിന്? നമുക്ക് ആശ്വാസം തരാൻ, നമുക്ക് സമാധാനം തരാൻ. സഹോദരങ്ങളെ, നമ്മെ ശക്തീകരിക്കുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ ദൈവകൃപ എപ്പോഴും 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 നമ്മോടൊപ്പമുണ്ടെന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. നമുക്കിതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഷെക്കൻ ന്യൂസിൽ നടത്തപ്പെടുന്ന ഈറ്റുനോവിൻ്റെ കാലം എന്നുള്ള ശുശ്രൂഷ കാണുന്നുണ്ടോ? നിങ്ങളത് ശ്രദ്ധിച്ച്, അതിൻ്റെ പോസ്റ്റർ ശ്രദ്ധിച്ച്. മെയ് 18 വരെയാണ് 40 ദിനങ്ങൾ നീണ്ടു നിന്ന ഈ ശുശ്രൂഷ. ഈറ്റുനോവിൻ്റെ കാലത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി നമ്മൾ എങ്ങനെ ആത്മരക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി ഒരുങ്ങണം
നമ്മളതിനെ പ്രാപ്തമാക്കുന്ന ഒരു അഭിഷേക ശുശ്രൂഷയാണ് ഈറ്റുനോവിൻ്റെ കാലം. നിങ്ങൾ അനേകർ പങ്കെടുക്കണം. അനേകർക്ക് ഇതിൻ്റെ ലിങ്കുകളും പോസ്റ്ററുകളും അയച്ചു കൊടുക്കണം. അത് അങ്ങനെ ജനലക്ഷങ്ങൾ കടന്നു വന്ന് കാലഘട്ടത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച് കാലോചിതമായ ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മളെ തന്നെ സജ്ജമാക്കണം. അതിന് സ്വർഗം തന്നിരിക്കുന്ന ശുശ്രൂഷയാണ് ഈറ്റുനോവിൻ്റെ കാലം. എല്ലാവരും ഇത് ശ്രദ്ധിക്കണമെന്ന് തിരുസ്നേഹത്തോടെ താല്പര്യപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും 1917 ജൂൺ മാസം 13-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ടു. അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ജപമാല പ്രാർത്ഥനയുടെ പ്രസക്തി ആവശ്യകതയും നിങ്ങൾ ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞിട്ട് അമ്മ എന്താണ് ആ കുഞ്ഞുങ്ങൾ അറിയിച്ചത്? ശ്രദ്ധിക്കണം. ഇതെല്ലാം സ്വർഗം തരുന്ന പ്രവചന സന്ദേശങ്ങളാണ്. പുച്ഛിക്കരുത് സഹോദരങ്ങളെ, അവിശ്വസിക്കുക, തള്ളിക്കളയരുത്. സ്വർഗം തരുന്ന ഈ സന്ദേശം എന്താണ്? പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യാനും ആരുമില്ലാത്തതിനാൽ അനേകം ആത്മാക്കൾ നരകത്തിൽ അകപ്പെട്ടു പോകുന്നു. ഇന്ന് അനേകം ആത്മാക്കൾ നിത്യ നരകത്തിലേക്ക് പോകുന്നത് പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണ്, പരിഹാരം ചെയ്യാൻ ആളുകളില്ലാത്തത് കൊണ്ടാണ്. ലോകം മുഴുവനും എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, വളരെ വ്യക്തമായി പരിശുദ്ധ അമ്മ ഈ പ്രവചന സന്ദേശം ഫാത്തിമയിൽ അറിയിക്കുകയാണ്. തുടർന്ന് വീണ്ടും അമ്മ ഇപ്രകാരം പറഞ്ഞു. എന്താ അമ്മ പറഞ്ഞത്? അമ്മ നൽകിയ സന്ദേശം എന്തായിരുന്നു? എൻ്റെ ഹൃദയത്തെ പുൽകുന്ന സകലർക്കും ഞാൻ രക്ഷ വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നാം നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിലൂടെ കർത്താവായ യേശുവിൻ്റെ രക്ഷയുടെ അനുഭവം നമുക്കുണ്ടാവുകയാണ്. നോഹയുടെ പെട്ടകമാണ് പരിശുദ്ധ അമ്മ. അവൾ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. നമ്മളിത് മനസ്സിലാക്കണം. തുടർന്ന് എന്താണ് പരിശുദ്ധ അമ്മ അവരെ അറിയിച്ചത്? രക്ഷ വാഗ്ദാനം ചെയ്യുന്നു. അവരുടെ ആത്മാക്കളെ ദൈവം തൻ്റെ സിംഹാസനത്തെ അലങ്കരിക്കാനായി ഞാൻ അർപ്പിച്ചിരിക്കുന്ന പൂക്കളെ പോലെ ഞാൻ സ്നേഹിക്കും. കേട്ടോ, അപ്രകാരം ആരെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവോ അവരെല്ലാം കണ്ടോ ദൈവം തൻ്റെ സിംഹാസനത്തെ അലങ്കരിക്കാൻ അർപ്പിച്ചിരിക്കുന്ന പൂക്കളെ പോലെ സ്നേഹിക്കുമെന്ന് വാഗ്ദാനം കൊടുക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ധാരാളം പ്രാർത്ഥിക്കണം, കൂടുതലായി പ്രാർത്ഥിക്കണം, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യണം. പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തതിനാൽ അനേകം ആത്മാക്കൾ നിത്യ നരകത്തിലേക്ക് പോകുന്നു. സ്വർഗത്തിൻ്റെ വേദനയെ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവരും നമ്മൾ തീരുമാനം എടുക്കണം. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പോരാ, ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, സഭയുടെ നവീകരണത്തിന് വേണ്ടി, കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ലോകത്തിലെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ പ്രായശ്ചിത്തം ചെയ്ത് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ അനേകം ആത്മാക്കളെ വീണ്ടെടുക്കുന്ന കൃപയാൽ കർത്താവ് തൻ്റെ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്താൻ തുടങ്ങും. വീണ്ടും മൂന്നാമത്തെ പ്രത്യക്ഷീകരണം 1917 ജൂലൈ 13-ാം തീയതിയാണ്. ആ പ്രത്യക്ഷീകരണത്തിൽ വലിയൊരു കാര്യം സംഭവിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അമ്മ മാതാവ് കൃത്യമായൊരു അടയാളം കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫാത്തിമ പ്രത്യക്ഷീകരണത്തിലൂടെ വീണ്ടും നിത്യതയെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാട് ലോകത്തിന് കിട്ടുകയാണ്, സഭയ്ക്ക് കിട്ടുകയാണ്. പ്രത്യേകിച്ച് നരകത്തെക്കുറിച്ചുള്ള അഴമേറിയ ബോധ്യം 10,000-ങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവിധം ആ മൂന്നാം പ്രത്യക്ഷീകരണത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് ഇടപെടുകയാണ്. അമ്മ തൻ്റെ ചൂണ്ടുവിരൽ ഇങ്ങനെ മുകളിലേക്ക് ആകാശത്തേക്ക് ഉയർത്തിയപ്പോൾ ഈ 3 ഇടയ കുഞ്ഞുങ്ങൾ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് മാറി ഒരു മറ്റൊരു പ്രതലത്തിലായി. ആ കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ ഇതാ അവരുടെ മുൻപിൽ വലിയൊരു അഗ്നി തടാകം, ഒരു തീ തടാകം. അഗ്നി തടാകത്തിൽ അനേകം ആത്മാക്കള് അലറുന്നു, അട്ടഹസിക്കുന്നു, പരിഹസിക്കുന്നു, ദുഷിക്കുന്നു, ചീത്തവാക്കുകൾ പറയുന്നു. അങ്ങനെ പലതും അവിടെ മുരളുന്നു, കാറുന്നു. ഭയാനകമായ ദൃശ്യ കുഞ്ഞുങ്ങൾ കാണുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ചോദിച്ചു, മക്കളെ, നിങ്ങൾ കാണുന്ന ഈ ദൃശ്യം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ?
ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു, അമ്മയെ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഉടനെ അമ്മ പറഞ്ഞു, മക്കളെ, ഇതാണ് മാരക പാപത്തിൽ ജീവിക്കുന്ന കഠിനപാപികൾ എത്തിച്ചേരുന്ന, അനുതാപ മാനസാന്തം നഷ്ടപ്പെട്ട ആത്മാക്കൾ എത്തിച്ചേരുന്ന നിത്യനരകം, തീ നരകം. സഹോദരങ്ങളെ, സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം കെട്ടുകഥയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ലോകം ഇതൊക്കെ പുച്ഛിക്കുകയാണ്. പലരും പറയുന്നുണ്ട് സ്വർഗം നരക അതൊക്കെ ഇവിടെ തന്നെ. നമ്മൾ മനസ്സിലാക്കുക, ഈ നരക ദർശനത്തിലൂടെ നരകം ഒരു കെട്ടുകഥയല്ല എന്നും അതൊരു മിഥ്യാധാരണയല്ല എന്നും അത് ഏതെങ്കിലും വ്യക്തികളുടെ ഒരു ഭാവന സൃഷ്ടിയല്ല എന്നും അതൊരു നിത്യ സത്യമാണെന്നും അത് തിരുസഭയുടെ ഒരു വിശ്വാസ സത്യമാണെന്നുള്ള കാര്യം പരിശുദ്ധ അമ്മ മാതാവിലൂടെ ത്രിയേക ദൈവം ലോകത്തെ അറിയിക്കുകയാണ്. വീണ്ടും സഭയെ ഈ വിശ്വാസ സത്യത്താൽ സ്ഥിരീകരിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഫാത്തിമ പ്രതിഷ്ഠീകരണത്തിലൂടെ വീണ്ടും ലോകം നിത്യതയെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയുന്നു, നരകത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കിട്ടുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ നരകദർശനം സ്വർഗം കാണിച്ചു കൊടുത്തത് ആരെയാണ്? 7 വയസ്സും 8 വയസ്സും 10 വയസ്സും പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ്. ഇന്ന് പലരും പറയാറുണ്ട്, ഈ നരകം എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നരകം പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? നരകത്തെ പറഞ്ഞ് ഭയപ്പെടുക. അതുകൊണ്ട് നരകം ഇവിടെ പഠിപ്പിക്കേണ്ട, നരകത്തെക്കുറിച്ചൊന്നും പറയണ്ട, നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കേണ്ട, നിത്യജീവന സുവിശേഷം വേണ്ട, സ്വർഗത്തെക്കുറിച്ചും അതൊക്കെ ആർക്കറിയാം സ്വർഗം ഉണ്ടെന്നുള്ള കാര്യം അതൊന്നും ഇവിടെ പറയണ്ട. ഇപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതൊക്കെ പ്രസംഗിച്ച് പോയിക്കോ എന്നൊക്കെ ചിന്തിക്കുന്ന പലരും ഇന്ന് സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്. എന്ത് വേദനാജനകമാണ് സഹോദരങ്ങളെ. സ്വർഗത്തിൻ്റെ ആഗ്രഹം മുഴുവൻ ആത്മാക്കളുടെ രക്ഷയിലാണ്. കർത്താവിൻ്റെ ആഗ്രഹം എന്താ? നമ്മുടെ ആത്മാക്കൾക്ക് നാശം സംഭവിക്കരുതെന്നാണ്. കർത്താവ് യേശു തന്നെ ലോകത്തിലേക്ക് വന്നത് നമുക്ക് നിത്യജീവൻ നൽകാനാണ്. എൻ്റെ സഹോദരങ്ങളെ, സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം നിത്യത എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. ഉച്ചത്തിലെന്ന് പറഞ്ഞ് ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈ ജൂലൈ 13-ാം തീയതിയും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അമ്മ കുഞ്ഞുങ്ങളോട് എന്താ പറഞ്ഞത്? ആ കുഞ്ഞുങ്ങളെ അമ്മ എന്താ അറിയിച്ചത്? അടുത്ത മാസം 13-ാം തീയതി നിങ്ങളിവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജപമാല രാജ്ഞിയുടെ പുകഴ്ചയ്ക്കായി എല്ലാ ദിവസവും നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. കൊന്ത ചൊല്ലി തുടരാൻ പറഞ്ഞു. തുടർന്ന് എൻ്റെ സഹോദരങ്ങളെ, ഈ നരകദർശനം കാണിച്ചതിന് ശേഷം പരിശുദ്ധ അമ്മ മാതാവിലുള്ള സ്വർഗം മനോഹരമായ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. എന്താണ് കണ്ടു? അവിടെ ഒന്ന് വായിച്ച് നിങ്ങൾ, പാപികൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ പരിഹാര ബലിയായി സമർപ്പിക്കുക, ത്യാഗപ്രവൃത്തികൾ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഓ എൻ്റെ ഈശോയെ. എല്ലാവരും ഒരുമിച്ച് ആ പ്രാർത്ഥന ചൊല്ലി, ഓ എൻ്റെ ഈശോയെ, ഓ എൻ്റെ ഈശോയെ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി പാപികളുടെ മാനസാന്തരത്തിനും മറിയത്തിന് വിമല ഹൃദയത്തിനെതിരായി ചെയ്ത സകല പാപങ്ങളുടെയും പരിഹാരത്തിനുമായി ഞാനിത് സമർപ്പിക്കുന്നു. അപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ സ്നേഹപ്രവർത്തികൾ ചെയ്യുമ്പോൾ, കൊച്ചു കൊച്ചു ത്യാഗപ്രവർത്തികൾ ചെയ്യുമ്പോൾ, അതൊക്കെ നമ്മൾ സ്നേഹത്തോടെ സമർപ്പിക്കുമ്പോൾ സ്വർഗം പറയാണ്, ഈ പ്രാർത്ഥന ചൊല്ലുക. ഒരിക്കൽ കൂടെ ആ പ്രാർത്ഥന ഡിസ്പ്ലേ ചെയ്ത് നമ്മളത് ബൈഹാർട്ട് പഠിക്കണം. പറ്റുന്നവർക്ക് നിങ്ങളുടെ മൊബൈലിൽ അത് ഒന്ന് ഫോട്ടോ എടുക്കുക. ഒരുമിച്ച് അപ്പം ഒന്നും കൂടി ചൊല്ലി, ഓ എൻ്റെ ഈശോയെ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി പാപികളുടെ മാനസാന്തരത്തിനും മറിയത്തിന് വിമല ഹൃദയത്തിനെതിരായി ചെയ്ത സകല പാപങ്ങളുടെയും പരിഹാരത്തിനുമായി ഞാനിത് സമർപ്പിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധ അമ്മ പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് ഓരോ ജപമാലയുടെ ആ ദശകം കഴിയുമ്പോൾ നമ്മൾ ഒന്നിച്ചു ചൊല്ലുന്ന പ്രാർത്ഥന. അതെന്താണ്? ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശേഷിയ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. അപ്പോൾ നമ്മൾ ഇതൊന്നും മനുഷ്യർ എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥനയല്ല, സ്വർഗം നൽകിയ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ, സ്വർഗം നൽകിയ പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മളിതിനൊക്കെ അർത്ഥം മനസ്സിലാക്കി.
അപ്പോൾ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിലൂടെ സ്വർഗം തരുന്ന അറിയിപ്പ് എന്താണ്? പാപികളുടെ മാനസാന്തരം, പാപികളുടെ മാനസാന്തരം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്യുക, പരിത്യാഗം അനുഷ്ഠിക്കുക. രണ്ടാമത്തെ മെസ്സേജ് എന്താണ്? നിത്യതയെക്കുറിച്ചാണ്. നിത്യതയെക്കുറിച്ചാണ്. സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം നിത്യത കെട്ടുകഥയല്ല, അത് നിത്യസത്യമാണ്, അത് നിത്യ യാഥാർത്ഥ്യമാണ്. ഈ കാര്യം പഠിപ്പിക്കുകയാണ് ഫാത്തിമ പ്രത്യക്ഷീകരണത്തിലൂടെ. മൂന്നാമത്തെ ഒരു പ്രധാന മെസ്സേജാണ് അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ, വിമല ഹൃദയത്തോടുള്ള സമർപ്പണം. അമ്മയുടെ വിമല ഹൃദയ ഭക്തി ലോകം മുഴുവൻ പ്രചരിപ്പിക്കണമെന്ന് പരിശുദ്ധ ത്രിത്വം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വിമല ഹൃദയത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട സ്നേഹം, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട ഭക്തി, നമുക്കുണ്ടായിരിക്കേണ്ട ആദരവ്, നമുക്കുണ്ടായിരിക്കേണ്ട ബഹുമാനം, ആ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യത, അത് രക്ഷയ്ക്കുള്ള അടയാളമാണ്, അത് രക്ഷയ്ക്കുള്ള മാർഗമാണ്. സ്വർഗം നമ്മൾ അറിയിക്കുകയാണ് സഹോദരങ്ങളെ, സ്വർഗം അറിയിക്കുകയാണ്. എത്ര ശക്തമായ കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഈ സന്ദേശങ്ങൾ ആവർത്തിക്കുകയാണ്. വീണ്ടും അവസാന പ്രത്യക്ഷീകരണമാണ് ഒക്ടോബർ 13 സംഭവിക്കുന്നത്. ആ പ്രത്യക്ഷീകരണത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് ഇപ്രകാരം അറിയിച്ചു. എന്താണ് അമ്മ അറിയിച്ച സന്ദേശം? ഞാൻ ജപമാല രാജ്ഞിയാണ്, എൻ്റെ പുകഴ്ചയ്ക്കായി ഇവിടെ ഒരു ചാപ്പൽ പണിയുവാൻ നീ അവരോട് പറയുക. അവർ ജപമാല ചൊല്ലുന്നത് എല്ലാ ദിവസവും തുടരണം. ഉടനെ തന്നെ യുദ്ധം അവസാനിക്കുകയും പട്ടാളക്കാർ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്യും. ഇത് കൃത്യമായി സന്ദേശം കൊടുക്കുകയാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതൊന്നും നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ, ജനം അനുതപിച്ച് മാനസാന്തരപ്പെട്ടത് കർത്താവിലേക്ക് തിരിയുന്നില്ലെങ്കിൽ 11-ാം പീയൂസ് മാർപ്പാപ്പയുടെ കാലത്ത് ഇതിനേക്കാൾ വലിയൊരു യുദ്ധമുണ്ടാകും. അപ്പോൾ ഈ പ്രത്യക്ഷീകരണം 1-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ നടക്കുന്നത്. നമുക്കറിയാം, പെട്ടെന്ന് തന്നെ ആ യുദ്ധം അവസാനിക്കുന്നു. അതിലൊക്കെ സ്വർഗത്തിന് ഇടപെടലുകളുണ്ട്, ദൈവിക ഇടപെടലുകളുണ്ട് സഹോദരങ്ങളെ. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ദൈവമായ കർത്താവാണ്. അവൻ സർവശക്തനും സർവാധിപനുമാണ്. ദൈവത്തിൻ്റെ കരങ്ങൾ ഈ ലോകത്തിൻ്റെ ഭരണചക്രത്തിൻ്റെ മുകളിലുണ്ട്, ഭരണചക്രത്തിൻ്റെ മുകളിലുണ്ട്. ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ഇവിടുത്തെ സാമൂഹിക ഭരണപരിഷ്കർത്താക്കളൊന്നുമല്ല, ദൈവമായ കർത്താവാണ്. അവരിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളാണ്. 11-ാം പീയൂസ് മാർപ്പാപ്പയുടെ കാലത്ത് ഇതിനേക്കാൾ ശക്തമായ ഒരു യുദ്ധമുണ്ടാകും. ജനം അനുദപിക്കാൻ തയ്യാറായില്ലെങ്കിൽ, മാനസാന്തരപ്പെടാൻ തയ്യാറായില്ലെങ്കിൽ. തുടർന്ന് അമ്മ പറഞ്ഞു, അതിനു മുൻപ് ഒരു ആകാശദീപ്തി ഉണ്ടാകും, ആകാശത്ത് വലിയൊരു ദീപ്തി ഉണ്ടാകും. 1938 ഇത് സംഭവിച്ചു. രാത്രി പ്രകാശമാനമാകുമാറ് ശക്തമായ പ്രകാശമുണ്ടായി. ലോകം അതിനെ വേറെ ഒരു ശാസ്ത്രീയ പേരൊക്കെ ഇട്ട് അതിനെ അങ്ങ് തള്ളിക്കളഞ്ഞെന്ന് മാത്രം. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ഫാത്തിമ പ്രത്യക്ഷീകരണത്തിലൂടെ പരിശുദ്ധ അമ്മ കൃത്യമായ ഈ പ്രവചനം നൽകിയിട്ടുള്ളതാ. ഇതൊരു പ്രൊഫസി, ഈ പ്രൊഫസി തന്നിട്ടുള്ള ആ പ്രൊഫസി ഫുൾഫിൽ ചെയ്യപ്പെടുകയാണ്. അതിനുശേഷം ഇതാ പെട്ടെന്ന് 2-ാം ലോകമഹായുദ്ധം ആരംഭിക്കുകയാണ്. എത്ര കൃത്യമാണ് സ്വർഗത്തിൻ്റെ പ്രവചന സന്ദേശങ്ങൾ. എൻ്റെ സഹോദരങ്ങൾ, നമ്മളിത് മനസ്സിലാക്കണം. ഈ സത്യം മനസ്സിലാക്കി ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ ആത്മീയ കരുത്ത് പ്രാപിക്കേണ്ട ഒരു സമയമാണെന്ന് പരിശുദ്ധ അമ്മയിലൂടെ ത്രിയേകതയെ നമ്മൾ അറിയിക്കുകയാണ്. ആത്മരക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകുക. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിലൂടെ സ്വർഗം തന്നിരിക്കുന്ന ഈ പ്രവചന സന്ദേശങ്ങൾ വിശ്വസിക്കുക, നമ്മൾ അതനുസരിച്ച് ജീവിക്കുക, അത് അനേകർക്ക് പകർന്നു കൊടുക്കുന്നത് നമ്മൾ ഉത്സുകരാകണം. എല്ലാവരും ശ്രദ്ധിച്ച്, നമ്മൾ വളരെ ഉത്സുകരാകണം. ഷെക്കന ന്യൂസിൽ തുടർന്നുള്ള ഇനി വരുന്ന 5 മാസങ്ങൾ, ഒക്ടോബർ 13 വരെയുള്ള മാസങ്ങളിൽ ഈ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിലൂടെ ഓരോ പ്രത്യക്ഷീകരണത്തിലൂടെ നൽകപ്പെട്ട പ്രവചന സന്ദേശങ്ങൾ നമ്മൾ എടുത്ത് പഠിച്ച് ധ്യാനിക്കുകയാണ്. നമ്മളത് വിശ്വസിക്കണം. രണ്ടാമത്, ഈ സന്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. മൂന്നാമത്, ഈ സന്ദേശങ്ങൾ അനേകർക്ക് പകർന്നു കൊടുത്ത് നമ്മൾ ലോകത്തെ ഒരുക്കണം. നമ്മൾ കർത്താവിൻ്റെ പദ്ധതികൾക്കായി,
ദൈവിക ഇടപെടലുകൾക്കായി ലോകത്തെ സഭയെ സജ്ജമാക്കുന്നവരായി നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും പ്രയോജനമുള്ളതായി തീരുന്നത്. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇരു കരങ്ങളെടുത്തിട്ട് 3 പ്രാവശ്യം ഉച്ചത്തിൽ പറഞ്ഞേ ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ ശുശ്രൂഷകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ച് ഈ ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ തന്നെ സ്വർഗം തരുന്ന ഈ പ്രവചന സന്ദേശങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ചങ്കുറപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടിയ വരികൾ ചേർത്ത് പാടുന്നു. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. എല്ലാവരും ചേർന്ന് പാടിക്കേ. ആവേ 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 മരിയ, അമ്മേ അമ്മേ ആവേ മരിയ, അമലേ അമലേ മരിയേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ആവേ 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 മരിയ. അമ്മേ അമ്മേ അമ്മ മാതാവേ, ഞങ്ങൾ ആത്മീയമായി ഒരുക്കണമേ, ആത്മീയ കരുത്തുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. മരിയേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ അമ്മയോട് ചേർന്ന് പാടിക്കേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, അമലേ അമലേ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. 1-2 കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. ഒന്നാമതായി എൻ്റെ സഹോദരങ്ങളെ, നമുക്കറിയാം ഷെക്കന ന്യൂസിൻ്റെ പ്രധാന യൂട്യൂബ് ചാനല് അത് ഹാക്ക് ചെയ്യപ്പെട്ടു. എന്നാൽ ദൈവത്തിൻ്റെ മഹാകരുണയാലും കൃപയാലും ആ ചാനല് പൂർവാധികം ശക്തിയോടെ സ്വർഗം നമ്മളെ തിരിച്ചേൽപ്പിച്ചു. പക്ഷെ നമുക്ക് ആ ഹാക്ക് ചെയ്യപ്പെട്ടതുകൊണ്ട് നമുക്ക് നമ്മുടെ സബ്സ്ക്രിപ്ഷനൊക്കെ കുറച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഷെക്കൻ ന്യൂസിൻ്റെ മെയിൻ യൂട്യൂബ് ചാനൽ, നമുക്ക് 2-3 യൂട്യൂബ് ചാനൽസ് ഉണ്ട്. പക്ഷേ 6 ലക്ഷത്തിന് മുകളിൽ വരുന്ന പ്രധാനപ്പെട്ട യൂട്യൂബ് ചാനൽ, അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അത് വലിയൊരു സുവിശേഷ വേലയാണ് മക്കളെ. സ്വർഗം നമ്മോട് കാണിക്കുന്ന കാരുണ്യത്തിനുള്ള ഒരു പ്രത്യുപകാരമാണത്. ഒപ്പം നിങ്ങളതിൻ്റെ ലിങ്കുകൾ, ഈ ഷെക്കൻ ന്യൂസിൻ്റെ ഈ പ്രധാന യൂട്യൂബ് ചാനൽ ലിങ്കുകൾ നിങ്ങൾ അനേകർക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ട് അവരോട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുക. നമ്മുടെ വീട്ടിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളതിനെ വീണ്ടും മുൻനിരയിലേക്ക് കൊണ്ടുവരണം. അതുപോലെ നിങ്ങൾ കൂടുതൽ അത് സെർച്ച് ചെയ്ത് നമ്മൾ കുറച്ചത് താഴേക്ക് പോയി, നമ്മൾ അത് ഹാക്ക് ചെയ്യപ്പെട്ടതുകൊണ്ട് അത് നന്നായി സെർച്ച് ചെയ്ത് അതിന് വീണ്ടും പൂർവാധികം ശക്തിയോടെ കർത്താവിൻ്റെ മഹത്വത്തിനും സഭയുടെ നന്മയ്ക്കുമായിട്ട് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ നിങ്ങൾ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും അതിന് വേണ്ട സഹകരണങ്ങളും സപ്പോർട്ടും ഒത്തിരി സ്നേഹത്തോടെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ സഹോദരങ്ങളെ, അടുത്ത മാസം ജൂൺ മാസം 30-ാം തീയതി മുതൽ ജൂലൈ മാസം 5-ാം തീയതി വരെ ഞായർ ടു വെള്ളി നമുക്ക് ആ 5-6 ദിവസങ്ങളിൽ നമ്മൾ ചാലക്കുടിയിലുള്ള ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ തറവാടാണ്, ദൈവ ശുശ്രൂഷകളുടെ വേണമെങ്കിൽ പറയാം, അവിടെ വെച്ച് ടീം ഷെക്കേനയുടെ നേതൃത്വത്തിൽ ഡുനാമിസ് പവർ റിട്രീറ്റ് നമ്മൾ നടത്തുകയാണ്. ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് കർത്താവിനും സഭയ്ക്കുമായി ഉണരുവാനും യുഗാന്ത സഭയിൽ അന്ത്യകാല പ്രേക്ഷിതരായി നമുക്കറിയാം പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം രൂപപ്പെടുത്തുന്ന അമ്മയുടെ സൈന്യനിരയാണ് അന്ത്യകാല പ്രേക്ഷിതരെ. അവർ കർത്താവിൻ്റെ വിശ്വസ്തരായ ആത്മാക്കളാണ്.
അവർ പരിശുദ്ധ സഭയുടെ വിശ്വസ്തരായ മക്കളാണ്. അവർ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിനാവുകളാണ്. അപ്പോൾ നമ്മൾ ഇതിനെ നമ്മളെ പരിശീലിപ്പിക്കുന്ന, അതിനാവശ്യമായിട്ടുള്ള പ്രബോധനങ്ങൾ ദൈവവചനത്തിലൂടെയും സഭയുടെ സത്യപ്രബോധനങ്ങളിലൂടെയും അതുപോലെ തന്നെ വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങൾ വഴിയായും നമ്മുടെ മാർപ്പാപ്പന്മാരുടെ പേപ്പൽ ടീച്ചിങ്സ് വഴിയായി നമ്മൾ ഈ ഒരു പ്രബോധനം നമ്മൾ നൽകുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ നിറഞ്ഞ്, അഭിഷേകത്താൽ നിറഞ്ഞ് യുഗാന്ത സഭയിൽ അന്ത്യകാല പ്രേക്ഷിതരെ രൂപപ്പെടുത്തുന്ന ഒരു പവർ റിട്രീറ്റ്, ഒരു ശക്തിയുടെ ധ്യാനം, അതാണ് ഡുനാമിസ് പവർ. ആ ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട വന്യവൈദികർ, അതുപോലെ സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, അതിനോട് താല്പര്യമുള്ള യുവജനങ്ങൾ എല്ലാവരും കടന്നു വന്ന് നമുക്കവിടെ താമസിക്കാനും ഒന്നിച്ച് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒത്തിരിയേറെ നമുക്കവിടെ സൗകര്യങ്ങളുണ്ട്, നമുക്കറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും കടന്നു വരിക. നിങ്ങൾ ഇന്ന് തന്നെ എൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾ ആരംഭിക്കുക. ഇവിടെ എൻ്റെ ഫോൺ നമ്പറുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെക്കൻഡ് ന്യൂസിൻ്റെ വെബ്സൈറ്റിൽ നമ്മളത് വിസിറ്റ് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അവിടെയും നമുക്കതിൻ്റെ ഡീറ്റെയിൽസുകൾ കിട്ടും. അപ്പം ഇത്രയും കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ നമ്പറുകളിൽ നിങ്ങളത് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ബുക്കിംഗ് നിങ്ങൾ അത് ഉറപ്പ് വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. രാത്രിയിൽ നമ്മൾ ടെലകാസ്റ്റ് ചെയ്യുന്ന ഈറ്റുനോവിൻ്റെ കാലം എന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ അന്തിമ യുദ്ധത്തിൽ ഷെക്കൻഡ് ന്യൂസ് കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും ഒരു പരിച പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദമായി മാറുവാൻ ഈ കാലഘട്ടത്തിലെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ കൂടുതൽ ശക്തി പകരുന്ന കർത്താവിൻ്റെ കരമായി ഈ മാധ്യമ ശുശ്രൂഷ മാറുവാൻ നിങ്ങളേവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ഒപ്പം തന്നെ ഇതിന് നടത്തിപ്പിനും ഇത് മുന്നോട്ട് പോകുവാനൊക്കെ ആവശ്യമായിട്ട് ഒരുപാട് നമുക്ക് സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുകളെന്നറിയാം. ഓരോ മാസവും പോകണമെങ്കിൽ ഭീമാകാരമായ ചെലവുകളാണ് സഹോദരങ്ങളെ. ഏകദേശം നമുക്കൊരു 50-55 ലക്ഷം രൂപയോളെങ്കിൽ മിനിമം നമുക്ക് വരുന്നതിൻ്റെ ചിലവ്. നിങ്ങൾ കഴിയുന്ന പോലെ സഹായിക്കണം. നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞെരുക്കമുണ്ടെന്നൊക്കെ അറിയാം. എങ്കിലും ആ ഞെരുക്കത്തിൽ നിന്നുകൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അതിൻ്റെ ഗൂഗിൾ പേ നമ്പറൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. ഷെക്കേനയുടെ അക്കൗണ്ട്സ് ഡീറ്റെയിൽസുകളുണ്ട്. അത് നിങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഓഫീസിലൊക്കെ വിളിച്ച് നിങ്ങൾക്ക് ഈ മാധ്യമ ശുശ്രൂഷയെ സഹായിക്കാം. മറ്റുള്ളവരോട് സഹായിക്കാൻ നമുക്ക് ആവശ്യപ്പെടുകയും ചെയ്യാം. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യമായി പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ വരുന്ന ഈശോയെ നമ്മൾ ഒന്നിച്ച് ഒരു മനസ്സോടെ ആരാധിച്ച് മഹത്വപ്പെടുത്താൻ പോവുകയാണ്. സർവശക്തനും പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി ഈശോ നമ്മുടെ മധ്യേ വരുന്ന സമയം ഭയഭക്തി ആദരവോടെ മുട്ടുകുത്തി നിന്ന് ഫാത്തിമ അമ്മയുടെ തിരുനാൾ ദിനത്തിൽ സ്വർഗം നൽകുന്ന സവിശേഷമായ കൃപാദാനങ്ങൾ സ്വീകരിക്കുവാൻ, പരിശുദ്ധ മാതാവിലൂടെ സ്വർഗം പകരുന്ന അഭിഷേക കൃപകൾ സ്വന്തമാക്കുവാൻ, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, തലമുറകളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ സഭ മുഴുവനിലേക്കും ഈ അഭിഷേക കൃപകൾ വ്യാപരിക്കുവാൻ അൾത്താരയിലേക്ക് കരങ്ങൾ യാചനാപൂർവം തുറന്നു പിടിച്ച് ഒന്നിച്ചൊരു മനസ്സോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. ദൈവ കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടി
ആരാധിക്കാം. കുഞ്ഞാടേ ആമേൻ. ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട കർത്താവേ, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അല്പം സ്വരത്തിൽ ഒന്ന് ചേർന്ന് ആമേൻ. ആമേൻ യേശുനാഥ. ആമേൻ. ആമേൻ ദൈവപുത്ര. ആമേൻ. ആമേൻ സർവശക്ത നിത്യപിതാവേ. ഒന്ന് ചേർന്ന് ആമേൻ. 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 ആമേൻ യേശുനാഥ. ആമേൻ. ആമേൻ ദൈവപുത്ര. ആമേൻ. ആമേൻ സർവശക്ത നിത്യപിതാവേ. ഇരു കരങ്ങളും ദിവികാന സന്നിധി ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ തിരുമുഖത്തേക്ക് വിശ്വാസത്തോടെ നോക്കി നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, ഞങ്ങളൊരു മനസ്സോടെ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ ചൊരിയണമേ, അഭിഷേകം പകരണമേ, സാന്നിധ്യം നൽകണമേ. ഈശോയെ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഭയഭക്തി ആദരവോടെ നമ്മൾ ഈശോയെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിലെ ആദരവോടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സത്യമായും പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന കർത്താവാണ്. എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസത്തോടെ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കുക. ഇത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അനന്തമായ ശക്തിയും കൃപയും അഭിഷേകവും പതിനായിരങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന സമയമാണ്. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, നമ്മുടെ തൊഴിൽ മേഖലകളിലേക്ക്, നമ്മുടെ സഭാ സമൂഹങ്ങളിലേക്ക്, ലോകം മുഴുവനിലേക്കും കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കുന്ന സമയം. ഹൃദയം തുറന്ന് അതരം തുറന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എന്റെ സഹോദരങ്ങളെ, ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഇന്ന് ഫാത്തിമ അമ്മയുടെ തിരുനാൾ ദിവസമാണ്. ഫാത്തിമ പ്രതിഷ്ഠീകരണത്തിലൂടെ സ്വർഗം തന്നിരിക്കുന്ന പ്രവചന സന്ദേശങ്ങൾ അത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ചൈതന്യം സ്വന്തമാക്കിക്കൊണ്ട്, നമ്മുടെ തലമുറകളിലേക്കും നമ്മുടെ സഭയിലേക്കും ഈ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. പൈശാചിക കെട്ടുകൾ പൊട്ടുന്ന സമയം, ഇരുട്ടിന്റെ ശക്തികൾ ചിതറപ്പെടുന്ന സമയം, പിശാചിന്റെ പിടികൾ അഴിയപ്പെടുന്ന സമയം, സാത്താൻ കോട്ടകൾ തകരുന്ന സമയം, ദിവ്യകാരുണ്യത്തിന് അനന്ത ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ അഭിഷേക ശക്തിയാൽ, കർത്താവായ യേശുവിന്റെ ചങ്കിലെ ചോരയുടെ ശക്തിയാൽ, യേശുവിന്റെ തിരുനാമത്തിന് അത്ഭുത ശക്തിയാൽ ഇത് മനസാന്തരങ്ങൾ ഉണ്ടാകുന്നു, ഡെലിവറൻസുകൾ ഉണ്ടാകുന്നു, അത്ഭുത കൃപാവരങ്ങൾ വ്യാപരിക്കുന്നു, അത്ഭുത ശക്തി വെളിപ്പെടുന്നു. എല്ലാം മറന്ന് കരമുയർത്തി സ്വരമുയർത്തി ഒന്നിച്ചൊരു മനസ്സോട് ഒറ്റ വിളി, യേശുവേ, ഈശോയെ, വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, കൃപ 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 കൃപ.
കർത്താവേ, സ്വർഗത്തിന്റെ പ്രവചന സന്ദേശങ്ങൾ വിശ്വസിക്കാൻ കൃപ തരണമേ. വിശ്വാസത്തിന്റെ അഭിഷേകം തരണമേ. വിശ്വാസത്തിന്റെ ചൈതന്യം തരണമേ. വിശ്വാസത്തിന്റെ കൃപ തരണമേ. വിശ്വാസത്തിന്റെ അഭിഷേകത്തിനായി, വിശ്വാസ കൃപയ്ക്കായി എല്ലാ വിശ്വാസവും സകല സംശയങ്ങളും തെറ്റിദ്ധാരണകളും ആശയക്കുഴപ്പങ്ങളും വിട്ടുമാറി വിശ്വാസം വർദ്ധിക്കുവാൻ കരമുയർത്തി വിളിക്കുന്നു യേശുവേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. മാനസാന്തരങ്ങൾ നൽകണമേ. അനുതാപം നൽകണമേ. ഹൃദയ കാഠിന്യങ്ങൾ വിട്ടുമാറി പോകട്ടെ. ഓ പവർ, പവർ, പവർ. അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത വിമോചനങ്ങൾ, അത്ഭുത മാനസാന്തരങ്ങൾ, അത്ഭുത കൃപകൾ പരിശുദ്ധ കുർബാനയുടെ അനന്ത ശക്തിയാൽ ഇപ്പോൾ ഈ സമയം എല്ലാ ദൈവജനങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഈശോയേ, രാജാവേ, പൊന്നു കർത്താവേ, അവിശ്വാസത്തിന്റെ, സംശയത്തിന്റെ, തെറ്റിദ്ധാരണകളുടെ, ആശയക്കുഴപ്പത്തിന്റെ പൈശാചിക പീഡകൾ, സാത്താന്യ കുരുക്കുകൾ യേശുനാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. റിലീസ്, റിലീസ് ലോർഡ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അനോയിന്റിംഗ്, 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 അനോയിന്റിംഗ്. ഓ പവർ, 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 പവർ. വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, തിരുസഭ മുഴുവനിലേക്ക് അഭിഷേക ശക്തി, അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ, 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 ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഭയഭക്തി ആദരവോടെ നിങ്ങൾ പരസ്പര കരങ്ങൾ കോർത്ത് പിടിച്ച് ഫാത്തിമ പ്രത്യക്ഷീകരണം വഴി സ്വർഗം നമ്മോട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രാർത്ഥിക്കുവാൻ, പരിഹാരം ചെയ്യാൻ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് അനേകം ആത്മാക്കൾ നരകത്തിൽ നിബന്ധിക്കുന്നു. സഹോദരങ്ങളെ, ഈ കാലഘട്ടം ഇത് പ്രാർത്ഥനയുടെ കാലമാണെന്ന് മനസ്സിലാക്കുക. കൂടുതലായി പ്രാർത്ഥിക്കേണ്ട കാലമാണിത്. ഒത്തിരിയേറെ പ്രാർത്ഥിക്കാനുള്ള സമയമാണിത്. അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, തിരുസഭയുടെ നവീകരണത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി പരിത്യാഗമെടുത്ത് പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. തീരുമാനമെടുക്കണം മക്കളെ, തീരുമാനമെടുക്കുക. ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവദിനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കാൻ, അനുതാപ ഹൃദയത്തോടെ മാപ്പപേക്ഷിച്ച് ചെയ്തുപോയ എല്ലാ പാപങ്ങളെ ഓർത്ത്, ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, സഭയിൽ വന്നുപോയി എല്ലാ ദൈവ നിന്ദകളെ പ്രതിയൊക്കെ നമ്മൾ മാപ്പ് ചോദിച്ച് അനുതപിച്ച് കർത്താവിന്റെ മുമ്പിൽ മാപ്പപേക്ഷ നടത്തേണ്ട സമയമാണിത്. പരിശുദ്ധ മാതാ പറഞ്ഞത്, കൂടുതലായി പ്രാർത്ഥിക്കുകയും പരിഹാരം ചെയ്യേണ്ട നാളുകളാണിത്. രണ്ടാമത് അമ്മ പറഞ്ഞ സന്ദേശം എന്താണ്? എൻ്റെ വിമല ഹൃദയത്തിന്റെ ഭക്തി ലോകം മുഴുവൻ പ്രചരിക്കുക. എൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങൾ തന്നെ പ്രതിഷ്ഠിക്കുക. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, ജീവിത പങ്കാളി, മാതാപിതാക്കൾ, നമ്മുടെ സഭാ സമൂഹങ്ങളെ, നമ്മുടെ കൂട്ടായ്മകളെ, നമ്മുടെ സഭയെ, ലോകം മുഴുവനെയും നമ്മൾ സമർപ്പിക്കുക.
ലോകം മുഴുവനെയും അത് രക്ഷയ്ക്കുള്ള പേടകമാണ്, രക്ഷയ്ക്കുള്ള അടയാളമാണ് അമ്മ മാതാവിന്റെ വിമല ഹൃദയം. മൂന്നാമത് തന്നെ സഹോദരങ്ങളെ, നിത്യതയെക്കുറിച്ചുള്ള ദർശനമാണ്. സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, നിത്യത കെട്ടുകഥയല്ല, അതൊരു മിഥ്യാധാരണയല്ല, അത് ആരുടെയെങ്കിലും ഒരു ഭാവന സൃഷ്ടിയല്ല, അത് തിരുസഭയുടെ സത്യപ്രബോധനമാണ്, സഭയുടെ സത്യവിശ്വാസമാണ്, കർത്താവായ യേശുവിന്റെ നിർമ്മലമായ പ്രബോധനമാണ്, അത് അപ്പോസ്തലന്മാരുടെ പഠനമാണ്, അത് 2000 വർഷമായി സഭ വിശ്വസിക്കുന്ന വിശ്വാസ സത്യമാണ്. നമ്മളത് വിശ്വസിച്ച് ജീവിക്കണം. അത് അനേകർക്ക് പകർന്നു കൊടുക്കണം. തീരുമാനമെടുത്ത് കരങ്ങൾ കോർത്തു പിടിച്ച് നമ്മൾ സമർപ്പണം നടത്തുക. ദൈവത്തിനായി നമ്മളെ സമർപ്പിക്കുക. പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, 1917 മെയ് മാസം 13-ാം തീയതി ഈ ചോദ്യം ചോദിച്ചത്, മക്കളെ ദൈവമായ കർത്താവിനായി നിങ്ങൾ തന്നെ സമർപ്പിക്കുവാൻ, എണ്ണമറ്റ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ, പാപികളെ മാനസാന്തരത്തിന് വേണ്ടി പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ മക്കളെ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾക്ക് ഒത്തിരിയേറെ സഹിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഒത്തിരിയേറെ സഹിക്കേണ്ടി വരും. എങ്കിലും കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ കൃപ എപ്പോഴും ഈ സഹനങ്ങളിൽ നിങ്ങൾ ആശ്വസിപ്പിക്കുവാനായി ഉണ്ടാകും, നിങ്ങളെ ബലപ്പെടുത്തുവാനായി ഉണ്ടാകും. എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ആ 3 ഇടയ കുഞ്ഞുങ്ങൾ അന്ന് പറഞ്ഞത് ഇന്ന് നമ്മോട് പറയാണ്. നമ്മളിത് സമർപ്പിക്കുക. കരങ്ങൾ കോർത്ത് പിടിച്ച്, ഇതൊരു സമർപ്പണത്തിലുള്ള സമയമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കോർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ പരിശുദ്ധമായ സന്നിധിയിൽ നിറകണ്ണുകളോടെ ചങ്ക് തുറന്ന് പറയാ, കർത്താവേ ഇതാ പ്രാർത്ഥിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പ്രാശ്ചിത്തം അനുഷ്ഠിക്കുവാൻ, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. കർത്താവെ, നിത്യതയുടെ സുവിശേഷം, നിത്യജീവന്റെ സുവിശേഷം വിശ്വസിക്കുവാൻ, അതനുസരിച്ച് ജീവിക്കുവാൻ, അത് അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഒപ്പം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് വ്യക്തിപരമായി എന്നെയും എന്റെ കുടുംബത്തെയും മക്കളെയും എന്റെ തലമുറയെയും എന്റെ കൂട്ടായ്മയും എന്റെ സമൂഹത്തെ എന്റെ സഭയെയും സമർപ്പിക്കുവാൻ ഞാൻ ഇത് എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ ഒരു തീരുമാനത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കോർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാം മറന്ന് ഇടിമുഴക്ക ശക്തിയോട് ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ, ഈശോയെ, 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 ഈശോ, കൃപ, 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 സർവവും യേശുനാഥനായി സമർപ്പിക്കുന്നു. ഈരടികൾ പാടി നമ്മൾ നമ്മളെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈശോയേ, ഹല 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 ഹല. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഞങ്ങളെ സമർപ്പിക്കുന്ന പാപികളെ മാനസാന്തരത്തിന് വേണ്ടി, തിരുസഭയുടെ നവീകരണത്തിന് വേണ്ടി, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി എന്റെ ദേഹവും എന്റെ ദേഹിയും നീ എനിക്ക് തന്നതൊക്കെയും, ഈശോയേ, ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സർവവും വിശ്വനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഒന്നിച്ചൊന്നിച്ച് യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഫാത്തിമയിൽ ദൈവദൂതൻ പഠിപ്പിച്ച ആ മാപപേക്ഷ പ്രാർത്ഥന ലോകത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, ഈ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്.
എൻ്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശയർപ്പിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ ഞാൻ അർപ്പിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങിൽ പ്രത്യാശയർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു, ഞാൻ അങ്ങയോട് ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു, മാപ്പ് അപേക്ഷിക്കുന്നു, ഞാൻ അങ്ങയോട് ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കുന്നു. ഒരിക്കൽ കൂടെ അൾത്താരയിലേക്ക് കരങ്ങൾ തുറന്നു പിടിച്ച് കരുണയ്ക്കായി യാചിക്കുന്നു. ദൈവ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് ഈ മാപ്പപേക്ഷ പ്രാർത്ഥനയ്ക്കായി ഒരിക്കൽ കൂടെ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി നമ്മൾ ഉച്ചത്തിൽ ഏറ്റുപറയുന്നു. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഞങ്ങളിൽ കനിയേണമേ. തിരുസഭയിൽ വന്നുപോയ എല്ലാ പാപങ്ങളെ ഓർത്ത്, കുടുംബങ്ങളിൽ വന്നുപോയ എല്ലാ പാപങ്ങളെ ഓർത്ത്, വ്യക്തിപരമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എണ്ണമറ്റ പാപങ്ങളെയും അവിശ്വസ്തതകളെയും അനുസരണക്കേടുകളെയും അശുദ്ധികളെയും ഓർത്ത് ഈശോ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഫാത്തിമ മാതാവിൻ്റെ, നമ്മുടെ അമ്മയുടെ തിരുനാളിൻ്റെ എല്ലാ നന്മകൾ ആശംസിക്കുകയാണ്. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗം തന്നിരിക്കുന്ന ആ പ്രവചന സന്ദേശങ്ങളുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അനേകരെ അതിനായി ഒരുക്കുവാനും നമുക്ക് ഈ നാളുകളിൽ ഒരുങ്ങുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം. ഈ ഒരു അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുട്ടുകുത്തി നിന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വന്തമാക്കി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, ഈശോ ഹൃദയം തുറന്ന് വിളിക്കുന്നു. ഈശോയെ, ഈശോയെ, ആത്മരക്ഷയ്ക്കും ആത്മാരക്ഷയ്ക്കുമായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങൾ എടുത്ത് ഉപയോഗിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കുന്നു. പിതാവിനോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്നു. സകല വിശുദ്ധരോട് ചേർന്ന് ആരാധിക്കുന്നു. സ്ത്രീകന്മാരോട് ചേർന്ന് ആരാധിക്കുന്നു. രക്തസാക്ഷികളോട് ചേർന്ന് ആരാധിക്കുന്നു. പ്രവാചകരോട് ചേർന്ന് ആരാധിക്കുന്നു. ഈശോ, 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 ഈശോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.